ഹലോ, ഗുഡ് ഈവനിംഗ്. വെൽക്കം ടു ദ ഡിബേറ്റ്. മാലിന്യം വലിച്ചെറിയൽ വധശ്രമമെന്ന് ഹൈക്കോടതി. ജോയിയെ കൊലയ്ക്ക് കൊടുത്തതിൽ നമ്മൾ ഓരോരുത്തരും പ്രതിക്കൂട്ടിലാണ്. വൃത്തിയാക്കുന്ന കനാലുകൾ നൊടിയിടകളിൽ മാലിന്യം നിറയുമ്പോൾ അത് തടയേണ്ടവർ എവിടെയാണ്? നാളെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗമുണ്ട്. ഏകോപനം നേരത്തെയാക്കിയിരുന്നുവെങ്കിൽ ജോയി അമ്മയ്ക്കൊപ്പം ഇന്നും ഉണ്ടായേനെ. ജോയിയുടെ മരണത്തിന് ഉത്തരവാദി കോർപ്പറേഷൻ എന്നാരോപിച്ച് BJPയും റെയിൽവേയാണ് ഉത്തരവാദി എന്നാരോപിച്ച് DYFIയും ഇന്നും മാർച്ച് നടത്തി. ചോദ്യം ഇതാണ്: ഇനിയെങ്കിലും ശരിയാക്കുമോ? അതിഥികളായ നമുക്കൊപ്പം ഡോക്ടർ V. സുഭാഷ് ചന്ദ്രബോസ്, പരിസ്ഥിതി ഗവേഷകനും ജലവിഭവ വകുപ്പ് മുൻ ഡയറക്ടറും, RV രാജേഷ്, കോൺഗ്രസ് പ്രതിനിധി, CPM-ൽ നിന്നും അഡ്വക്കേറ്റ് KS അരുൺകുമാർ, BJP-യിൽ നിന്നും അഡ്വക്കേറ്റ് BG വിഷ്ണു എന്നിവർ. അഡ്വക്കേറ്റ് KS അരുൺകുമാർ, ഇന്നിപ്പോൾ ഹൈക്കോടതിയുടെ ഒരു നിരീക്ഷണം വന്നിട്ടുണ്ട്. മാലിന്യം എറിയുന്നത് വധശ്രമമായി കണക്കാക്കി പ്രോസിക്യൂഷൻ നടപടികളിലേക്ക് കടക്കണം. കനാലുകളിൽ മാലിന്യം ഒഴിച്ചാൽ ഉടൻ തന്നെ മാലിന്യം നിറയുന്നതിൻ്റെ ഉത്തരവാദി ആരാണ്? കോർപ്പറേഷനും സർക്കാരിനുമെല്ലാം വലിയ രീതിയിലുള്ള ഉത്തരവാദിത്വമുണ്ടെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഇന്ന് ഹൈക്കോടതി ചെയ്തത്. നമ്മൾ പരസ്പരമുള്ള പഴിചാരലുകൾ അവസാനിപ്പിച്ച് നാളെ ഉന്നതതല യോഗത്തിലേക്ക് പോകുമ്പോൾ ഉയരുന്ന ചോദ്യം ഇതാണ്: ഇത് നേരത്തെ ആകാമായിരുന്നില്ലേ? അങ്ങനെയെങ്കിൽ ജോയിയെ നമുക്കിന്ന് അമ്മയോടൊപ്പം കാണാമായിരുന്നില്ലേ എന്ന്. കഴിഞ്ഞ 2-3 വർഷമായി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നിന്ന് നിരവധി തവണ കേരളത്തിന്റെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രദ്ധേയമായിട്ടുള്ള വിധിന്യായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ നിരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഡയറക്ഷൻസ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ പല റിപ്പോർട്ടുകൾ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു 13 തവണയോളം കേരളത്തിലെ ഗവൺമെന്റ് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാലിന്യ വിമുക്ത നവകേരളം എന്ന ആശയത്തിൽ ഗവൺമെന്റ് നടത്തിയ നടപടിക്രമങ്ങളെ നന്നായി പ്രോത്സാഹിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്, അഭിനന്ദിക്കുകയുണ്ടായിട്ടുണ്ട്. അതുപോലെ ചില ഘട്ടങ്ങളിൽ കോർപ്പറേഷനുകളെയും ഗവൺമെന്റ് സംവിധാനങ്ങളെയും വിമർശിക്കുന്ന നിർദ്ദേശങ്ങൾ ക്ഷണിച്ചു വരുത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മാലിന്യ സംസ്കരണം ഇന്ന് നേരിടുന്ന മറ്റു രാജ്യങ്ങളും മറ്റു സംസ്ഥാനങ്ങളുമെല്ലാം നേരിടുന്നത് പോലെ ഏറ്റവും ഗൗരവമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. ജനപ്പെരുപ്പം കൂടുന്നു, ഫ്ളാറ്റുകളുടെ എണ്ണം വർദ്ധിക്കുന്നു, അതുപോലെ തന്നെ കച്ചവട സ്ഥാപനങ്ങൾ, മാർക്കറ്റുകൾ, അവയിൽ നിന്നുള്ള മാലിന്യങ്ങളെല്ലാം റോട്ടിൽ കൊണ്ടുപോയി തള്ളുന്നതടക്കമുള്ള കാര്യങ്ങൾ അടുത്ത കാലത്ത് നിരവധി കാണുകയാണ്. അപ്പോൾ ഉറവിടങ്ങളിൽ തന്നെ മാലിന്യം സംസ്കരിക്കുന്ന ഒരു സംസ്കാരം നമ്മുടെ നാട്ടിൽ വളർത്തിയെടുക്കാൻ വേണ്ടി ശ്രദ്ധ ക്ഷണിക്കലും ബോധവൽക്കരണവും അതുപോലെ തന്നെ മാതൃകാപരമായിട്ടുള്ള നടപടി സ്വീകരിക്കൽ, അതുപോലെ നിരവധി ക്യാമ്പയിനുകൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റെസിഡൻസ് അസോസിയേഷൻ, ക്ലബ്ബുകൾ, അതുപോലെ വായനശാലകൾ, അതുപോലെ സന്നദ്ധ സംഘടനകൾ, ഗവൺമെന്റ് സംവിധാനങ്ങൾ, പഞ്ചായത്ത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെല്ലാം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് അടുത്ത കാലത്ത് നാം കാണുന്നത്. പൂർണ്ണമായിട്ട് വിജയത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല. 2 ദിവസം മുമ്പ് തദ്ദേശഭരണ വകുപ്പ് മന്ത്രി പത്രസമ്മേളനം നടത്തി കഴിഞ്ഞ 15 മാസത്തിനുണ്ടായിട്ടുള്ള ഡെവലപ്മെന്റുകളെ കുറിച്ച് പറയുകയുണ്ടായി. ആ ഡെവലപ്മെന്റുകളിൽ വാതിൽപ്പടി ശേഖരണം 47% 2023 മാർച്ചിലെങ്കിൽ അത് 2024 ജൂൺ 15 മാസങ്ങൾക്ക് ശേഷം 86.84% വർദ്ധിച്ചിട്ടുണ്ട്. അതായത് വീടുകളിൽ പോയി മാലിന്യം ശേഖരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനമാണ് വാതിൽപ്പടി ശേഖരണം എന്ന് പറയുന്നത്. അതുപോലെ യൂസർ ഫീ 50 പൈസയാണ് ഒരു മാസം ഒരു വീട്ടിൽ നിന്ന് ഇത്തരത്തിൽ ശേഖരണത്തിന് പോകുന്നവർ ഈടാക്കുന്നത്. ആ 50 രൂപ കൊടുക്കാൻ 34.90% ആളുകളാണ് 2023 മാർച്ചിൽ തയ്യാറായെങ്കിൽ അത് 66.85% ഇപ്പം മാറിയിട്ടുണ്ട്. അങ്ങനെ മിനി MCF അടക്കം, മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി അടക്കം, അതുപോലെ തന്നെ RRF റിസോഴ്സ് റിക്കവറി ഫെസിലിറ്റി അടക്കം കൊണ്ടുപോയി വരുന്ന മാലിന്യങ്ങളെ വേർതിരിച്ച് അതിൽ ജൈവവും ഖരവും തരംതിരിച്ച് പ്ലാസ്റ്റിക് വേർതിരിച്ച് കൊണ്ടുപോകുന്നതടക്കം ഘടനാപരമായി ജനങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡിൽ മാറ്റമുണ്ടാക്കുവാനും മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിപ്ലവകരമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാക്കാനുമുള്ള പദ്ധതികളാണ് ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ അതാത് സമയത്ത് കോടതികളും നിർദ്ദേശം തന്നിട്ടുണ്ട്, അമിക്കസ് ക്യൂറികളെ വച്ചുകൊണ്ട് റിപ്പോർട്ടുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബ്രഹ്മപുരം അടക്കമുള്ള സാഹചര്യം ഈ പൈപ്പ് കമ്പോസ്റ്റ്, കിച്ചൺ മായി ബന്ധപ്പെട്ടിരിക്കുന്ന കമ്പോസ്റ്റ് സംവിധാനം, ഒപ്പം തന്നെ തുമ്പൂർ മൊഴി മോഡൽ, ഇതെല്ലാം സമ്പൂർണ്ണ പരാജയമായിട്ടാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. 10 മുതൽ 15% വരെ മാത്രമാണ് ഈ പദ്ധതികളും മോഡലുകളും എല്ലാം പ്രവർത്തിക്കുന്നത് എന്ന് മാത്രവുമല്ല, ഇന്ന് കോടതി നിരീക്ഷിച്ചതുപോലെ ഇത് തിരുവനന്തപുരം നഗരത്തിൻ്റെ മാത്രം പ്രത്യേകതയല്ല. ആമയിഴഞ്ചൻ തോട് പോലെയുള്ള കനാലുകൾ കൊച്ചിയിലുമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ പദ്ധതികളൊക്കെ നമ്മൾക്ക് കടലാസിൽ കാണാം. 8 കോടി രൂപ തിരുവനന്തപുരം കോർപ്പറേഷന് കൊടുക്കുന്നു, 2 കോടി രൂപ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ചെലവഴിക്കുന്നു എന്നാണ് കണക്കുകൾ പുറത്തു വരുന്നത്. നമ്മളുടെ ഓപ്പറേഷൻ എൻ്റെ അടക്കം പദ്ധതി നിലയ്ക്കുന്ന സംവിധാനം ഉണ്ടാകുന്നു. അപ്പോൾ സർക്കാർ ഈ പദ്ധതികളായി മുന്നോട്ട് വന്ന് അവാർഡുകൾ വാങ്ങി പോകുന്നു എന്നതിനും അപ്പുറം കനാലുകളിൽ മാലിന്യ കൂമ്പാരം തന്നെയാണ് KS അരുൺകുമാർ.
അതിൽ ഒരു ഗൗരവമായിട്ടുള്ള പ്രശ്നം ഇപ്പൊ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കയ്യിലിരിക്കുന്ന പ്രോപ്പർട്ടി, റെയിൽവേയുടെ കയ്യിലിരിക്കുന്ന പ്രോപ്പർട്ടി, സ്വകാര്യ സ്ഥാപനങ്ങളുടെ കയ്യിലിരിക്കുന്ന പ്രോപ്പർട്ടി, അതേപോലെ ഗവൺമെന്റ് പ്രോപ്പർട്ടി, ഇത്തരം കാര്യങ്ങളിലെല്ലാം അവരവരുടെ പ്രോപ്പർട്ടിയിൽ ഉണ്ടാകുന്ന മാലിന്യങ്ങളെ അതിന്റെ ഉറവിട കേന്ദ്രങ്ങളിൽ തന്നെ സംസ്കരിക്കാൻ പാകത്തിനുള്ള ഒരു ഇടപെടൽ, ഒരു അതിന്റെ പാകത്തിനുള്ള ഒരു സംസ്കാരം വളർത്തിയെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഞാൻ ഒറ്റ ചോദ്യം ചോദിച്ചോട്ടെ. കഴിഞ്ഞ ഒരാഴ്ചയായി റെയിൽവേയുടെ പ്രോപ്പർട്ടിയും അതുപോലെ ഗവൺമെന്റ് സ്വീകരിച്ച നടപടികളൊക്കെ ചർച്ചയാണ്. ഈ കേരളത്തിൽ ഇത്രയും റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ അവിടെ ഉണ്ടാകുന്ന ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കാൻ ഉള്ള ഒരു കൃത്യമായിട്ടുള്ള പ്ലാന്റ് ഉണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ പ്ലാന്റ് പ്രവർത്തിക്കുന്നുണ്ടോ? ഞാൻ 2-3 ഫോട്ടോ താങ്കളുടെ വാട്സപ്പിലേക്ക് അയച്ചിട്ടുണ്ട്. കൊച്ചുവേളിയിൽ കിടക്കുന്ന റെയിൽവേ സ്റ്റേഷനിൽ കിടക്കുന്ന മാലിന്യത്തിന്റെ ഏറ്റവും പുതിയ ചിത്രമാണ് ഞാൻ അയച്ചിരിക്കുന്നത്. കാരണം ഇത്തരത്തിൽ പൊതുമേഖലാ സ്ഥാപനമായാലും കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനമായാലും റെയിൽവേ ആയാലും അത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ ഉണ്ടാകുന്ന മാലിന്യങ്ങളെ അവിടെ തന്നെ സംസ്കരിക്കാനുള്ള ഒരു സംസ്കാരം വളർത്തിക്കൊണ്ടുവരാതെ, ചിട്ടയായിട്ടുള്ള രീതി വളർത്തിക്കൊണ്ടുവരാതെ ഇതെല്ലാം റോഡ് സൈഡിൽ കൊണ്ടുപോയി തള്ളുക, ഇതെല്ലാം കോർപ്പറേഷന്റെ ചുമതലയാണ് എന്ന രൂപത്തിലേക്ക് വരുന്ന സാഹചര്യങ്ങളെ നമുക്ക് ഒഴിവാക്കാൻ കഴിയണം. ഇത്തരത്തിലുള്ള മാലിന്യ ബി.ജെ.പി. പ്രതിനിധി അഡ്വക്കേറ്റ് ബി.ജി. വിഷ്ണു ഇപ്പോൾ അരുൺകുമാർ പറഞ്ഞ ആ ദൃശ്യങ്ങൾ ഞാനൊന്ന് പ്രേക്ഷകരെ കാണിക്കാം. താങ്കളും അത് കണ്ടോളൂ. അല്പസമയം മുമ്പ് അരുൺകുമാർ എനിക്ക് അയച്ചു തന്നതാണ്. ആ ദൃശ്യങ്ങൾ ഞാൻ പ്രേക്ഷകരെ കാണിക്കാം. താങ്കൾ ശ്രദ്ധിക്കൂ. ഇന്നിപ്പോൾ കോർപ്പറേഷൻ മേയർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബി.ജെ.പി. പ്രകടനം നടത്തുമ്പോൾ ഈ ദൃശ്യങ്ങൾക്ക് ഉത്തരവാദി ആരാണ്? ബി.ജി. വിഷ്ണു, ഇത് കൊച്ചുവേളി സ്റ്റേഷനിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. അല്പസമയം മുമ്പ് പകർത്തിയ ദൃശ്യങ്ങളാണ്. ഏറ്റവും ഒടുവിലത്തെ ദൃശ്യങ്ങളാണ് ഇത്. റെയിൽവേയുടെ സംസ്കരണ വിഭാഗം പരാജയപ്പെട്ടു പോയതിൻ്റെ, അല്ലെങ്കിൽ ഇല്ലാത്തതിൻ്റെ ഒരു ഫലമല്ലേ നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ? ഇത് കോർപ്പറേഷൻ്റെ തലയിൽ വെച്ച് കൊടുത്തിട്ട് മേയർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നത് ശരിയാണോ എന്നാണ് അരുൺകുമാർ ചോദിക്കുന്നത്. ബി.ജി. വിഷ്ണു. ബി.ജി. വിഷ്ണു, അങ്ങേക്ക് കേൾക്കാമോ? ഈ ദൃശ്യങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ. ഇത് കോർപ്പറേഷൻ്റെ പരിധിയിലല്ല. ഇത് തിരുവനന്തപുരത്ത് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ അല്പസമയം മുമ്പ് കണ്ട ദൃശ്യങ്ങൾ പകർത്തിയാണ് അരുൺ എനിക്ക് അയച്ചു തന്നത്. ആ ദൃശ്യങ്ങളാണിപ്പോൾ ബി.ജി. വിഷ്ണു കാണുന്നത്. ഇത് കോർപ്പറേഷൻ്റെ ഉത്തരവാദിത്വമാവുന്നത് എങ്ങനെയാണ്? ഇത് നീക്കം ചെയ്യാത്തതിൻ്റെ പേരിൽ കോർപ്പറേഷനെതിരെ നിങ്ങൾ ഇത് മാർച്ച് ചെയ്യുന്നത് ഏതർത്ഥത്തിലാണ്? ശ്രീ അരുൺകുമാർ, മാലിന്യ പ്രശ്നം തിരുവനന്തപുരം നഗരത്തെ മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ വലിയ രീതിയിലുണ്ട്. റെയിൽവേ കേന്ദ്രങ്ങളിലും മാലിന്യമുണ്ട് എന്നുള്ള വസ്തുത ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ ഇവിടെ ഒരു സാധാരണക്കാരനായ ഒരു തൊഴിലാളികളുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ട് പോലും അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം റെയിൽവേയുടെ തലയിൽ കെട്ടിവെച്ച് തങ്ങൾ ചെയ്യേണ്ട ഒരു ജോലിയും ചെയ്യാതെ ഫണ്ടുകൾ മുഴുവൻ ലാപ്സാക്കിക്കൊണ്ട് കോടികൾ അനാവശ്യമായി യാതൊരുവിധ ഉപയോഗവും വരാതെ ചിലവാക്കി ജനങ്ങൾക്ക് ഉപയോഗമില്ലാതെ മാറ്റിയതിനു ശേഷവും സ്വയം മേനി പറയുകയും മുഴുവൻ ഉത്തരവാദിത്വവും ഏതാണ്ട് മീറ്ററുകൾ മാത്രമുള്ള റെയിൽവേയുടെ ടണലുകൾ മാത്രം കാണിച്ചുകൊണ്ട് തിരുവനന്തപുരം നഗരത്തിലുള്ള മുഴുവൻ മാലിന്യവും റെയിൽവേയുടെ ഉത്തരവാദിത്വമെന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറന്തള്ളിയതോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടോ മാലിന്യങ്ങൾ റെയിൽവേയുടെ കോമ്പൗണ്ടിൽ കിടക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ബി.ജെ. വിഷ്ണു, അത് അരുൺകുമാർ ശരിയാണ്. ഞാനും കണ്ടല്ലോ. ഞാൻ യാഥാർത്ഥ്യം തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, റെയിൽവേയുടെ ഭാഗത്തു നിന്നും മാലിന്യങ്ങൾ പല ഭാഗത്തും കൂടിക്കിടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ നടപടികൾ എടുക്കാൻ വേണ്ടി കൃത്യമായി സർക്കാർ ശക്തമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. എവിടെയെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉദ്യോഗസ്ഥന്മാർക്ക് കനത്ത മറുപടി നൽകിക്കൊണ്ട് അത് തിരുത്തേണ്ട കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ അടക്കം റെയിൽവേയുടെ കീഴിലുള്ള മുഴുവൻ വകുപ്പുകളിലും സർക്കാർ നടപടിയെടുത്തിരിക്കും. പക്ഷേ ഇവിടെ സാധാരണക്കാരായ ഒരു മനുഷ്യൻ്റെ ജീവൻ നഷ്ടപ്പെട്ടിട്ട് പോലും ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം റെയിൽവേയാണ് നഷ്ടപരിഹാരം നൽകേണ്ടതെന്നും റെയിൽവേയാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ എടുത്തതെന്നും നഗരത്തിലെ മുഴുവൻ മാലിന്യത്തിൻ്റെ ഉത്തരവാദിത്വം റെയിൽവേയുടെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് ഒന്നും ചെയ്യാതെ ജനങ്ങളുടെ ജീവനും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തേണ്ട സർക്കാർ എന്തു ചെയ്യായിരുന്നു? എം.ബി. രാജേഷ് പറഞ്ഞല്ലോ, ഞാൻ 1 വർഷമായി ഇതിൻ്റെ പിറകെയാണെന്ന്. കഴിഞ്ഞ 5 വർഷം എന്തായിരുന്നു? എം.വി. ഗോവിന്ദൻ മാഷ് ഇവിടുത്തെ മന്ത്രിയായിരുന്നല്ലോ. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എന്ത് കാര്യമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്? അപ്പോൾ മുഴുവൻ സംസ്ഥാന സർക്കാരും തലസ്ഥാനത്തെ കോർപ്പറേഷൻ അടക്കം യാതൊരു പ്രവൃത്തിയും കൃത്യസമയത്ത് ചെയ്യാതെ കഴിഞ്ഞ 10-ാം തീയതി തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പി. ആവശ്യപ്പെട്ടതനുസരിച്ച് ഒരു സ്പെഷ്യൽ കൗൺസിൽ വിളിച്ചു ചേർക്കേണ്ടത്. എന്തായിരുന്നു ആ സ്പെഷ്യൽ കൗൺസിലിൻ്റെ അജണ്ട? മഴക്കാല പൂർവ്വ ശുചീകരണം. തിരുവനന്തപുരം നഗരത്തിലെ 100 വാർഡുകളിലും മഴക്കാല പൂർവ്വ ശുചീകരണം കൃത്യമായി നടക്കുന്നില്ല. ഫണ്ടുകൾ അനുവദിക്കുന്നില്ല. മുഴുവൻ സ്ഥലങ്ങളിലും ഓടകളിലുമെല്ലാം മാലിന്യങ്ങൾ കുനിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ഇതിനെതിരെ ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നഗരസഭയിൽ ശക്തമായ ചർച്ചയ്ക്ക് ഈ വിഷയം വന്നപ്പോൾ പോലും മേയർ പുറംതിരിഞ്ഞു നിൽക്കുകയാണ്. ഫണ്ടുകൾ അനുവദിക്കുന്നില്ല. എന്താണ് ഈ മേയറുടെ ജോലി? ഇതൊക്കെ ചോദിച്ചു
ചോദിക്കുമ്പോൾ നരേന്ദ്രമോദിക്കാണ് ഉത്തരവാദിത്വം, ഇന്ത്യയുടെ റെയിൽവേക്കാണ് ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പൂർണ്ണമായും തങ്ങളുടെ ജോലി ചെയ്യാൻ കഴിവില്ലാത്ത അയോഗ്യമായ പദവികൾ ഇരുന്നു കൊണ്ട് ഈ നാടിനെ ജനങ്ങളുടെയും ജീവന് വെല്ലുവിളിയാണ് ഈ കോർപ്പറേഷൻ ഉയർത്തുന്നത്. ശരി വിഷ്ണു, അതിന് മറുപടി അരുണിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഞാൻ അരുണിലേക്ക് വരുന്നതിന് മുൻപ് ആർ വി രാജേഷ്, കോൺഗ്രസ് പ്രതിനിധി കൂടി ചേരുന്നു. ആർ വി രാജേഷ്, നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ വാതിൽപ്പടി സേവനം 80% മുകളിൽ എത്തിയിട്ടുണ്ട് ഈ സംസ്ഥാനത്ത് എന്നുള്ളതാണ്. ഉറവിട സംസ്കരണം അടക്കം ഈ പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങളുടെ ലൈവാത്തോണിൽ കണ്ടെത്താൻ സാധിച്ചത് രാജേഷ്, ഈ പദ്ധതികളൊന്നും ഫലം കാണുന്നില്ല എന്ന് മാത്രമല്ല ഇത് ഏതെങ്കിലും തരത്തിൽ ഈ സർക്കാരിൻ്റെ മാത്രം ഉത്തരവാദിത്വമാണെന്ന് നമുക്ക് പറയുകയും വയ്യ. നേരത്തെയും ഇതേപോലെ മാലിന്യ നിർമ്മാർജ്ജനമുണ്ട്. ഇതാദ്യമായിട്ടല്ലല്ലോ ആമയിഴഞ്ചാൻ തൊഴിൽ ഈ പ്രശ്നമുണ്ടാവുന്നത്. ശരിയാണ്, ഓപ്പറേഷൻ എന്താ ഉമ്മൻചാണ്ടി സർക്കാർ 2015-16 കാലഘട്ടങ്ങളിൽ കൊണ്ടുവന്നതാണ്. ആ ഒരു വർഷം മാത്രമാണ് വലിയ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് വലിയ നീക്കം നടന്നത്. പക്ഷേ ഈ സർക്കാർ വന്നതിന് ശേഷം ഹരിതകർമ്മസേന കൂടുതൽ ആക്റ്റീവായി വാതിൽപ്പടി സേവനത്തിൽ കൂടുതൽ ജനങ്ങളുടെ വീട്ടിലേക്ക് പോയി മാലിന്യം ശേഖരിച്ചു തുടങ്ങി. 37% ഈ 50 രൂപ കൊടുത്തിരുന്ന ആളുകൾ ഇപ്പോൾ 66%, അതായത് 1/3 ആളുകൾ മാത്രമാണ് മാറി നിൽക്കുന്നത്. 2 പേരും ഹരിതകർമ്മസേനയെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ അത്തരം മാറ്റങ്ങളൊക്കെ പ്രകടമാണ്. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു സർക്കാരിൻ്റെ മാത്രം വീഴ്ചയായിട്ട് ചൂണ്ടിക്കാണിക്കുക സാധ്യമാണോ ആർ വി രാജേഷ്? നിരവധി പദ്ധതികൾ നടപ്പാക്കി വിപ്ലവകരമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നു. ഒക്കെ ശരിയാണ്, ഇങ്ങനെയാണ് അരുൺ അവകാശപ്പെടുന്നത്. ഇത്തരം പരിപാടികളിലൂടെ കേരളത്തെ പൂർണ്ണമായും മാലിന്യമുക്തമാക്കാനുള്ള എല്ലാ പദ്ധതികളും കേരളം ഭരിക്കുന്ന ഗവൺമെന്റും കോർപ്പറേഷനുകളും ഒക്കെ ആവിഷ്കരിച്ച് മുന്നോട്ട് പോയി എന്നുള്ള ഒരു അവകാശവാദമാണ് ശ്രീ അരുൺകുമാറോട് ഉന്നയിച്ചിരിക്കുന്നത്. അത് തീർത്തും തെറ്റാണ് എന്നുള്ളത് നമ്മളിപ്പോൾ ഇന്നത്തെ ലൈവത്തോൺ, അത് റിപ്പോർട്ടർ ചാനൽ നടത്തിയ ഒരു വലിയ ഇനിഷ്യേറ്റീവാണ്. അതിനെ തീർച്ചയായും അഭിനന്ദിക്കുകയാണ്. ഈ മാലിന്യ പ്രശ്നത്തിന്റെ യഥാർത്ഥ ഉറവിടവും യഥാർത്ഥ പ്രശ്നങ്ങളും ഒക്കെ വളരെ തുറന്നു കാണിച്ചുകൊണ്ട് ഒരു ഓപ്പൺ ഡിബേറ്റ് തന്നെയാണ് ഇന്ന് നടത്തിയിരിക്കുന്നത്. അത് തീർച്ചയായും അഭിനന്ദനാർഹമാണ്. ഇത്തരം ഒരു നീക്കം നടത്തിയത്, ഒരു വിപ്ലവകരമായ ഒരു നീക്കം നടത്തിയതിനെ അഭിനന്ദിക്കുന്നു. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് വളരെ വ്യക്തമായി കാണുകയാണ് ഈ നടത്തിയതെല്ലാം പാഴാണ് എന്നുള്ളത്. എത്ര കോടി രൂപ ഇതിന് ചെലവഴിച്ചിട്ടുണ്ട്, ആ പണം മുഴുവൻ പാഴായി എന്നുള്ളതല്ലേ നമ്മൾ വ്യക്തമാകുന്നത്. എന്തിനു വേണ്ടിയാണ് ഈ ഗവൺമെന്റ് മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി ഇത്രയധികം പണം ചെലവഴിച്ചിട്ടുള്ളത്? ആ പണം എവിടേക്കാണ് പോയിട്ടുള്ളത്? അത് എഫക്റ്റീവായി ചെലവഴിച്ചിട്ടുണ്ടോ? ഇതിനെക്കുറിച്ച് ഒരു ഓഡിറ്റ് നടത്തണ്ടേ? ഇതിനെക്കുറിച്ച് ചർച്ച നടത്തണ്ടേ? ഇപ്പൊ ആമയിഴഞ്ചാൻ തോടിന് വേണ്ടി 25 കോടി രൂപയുടെ പദ്ധതിയാണ് മാറ്റിവെച്ചിട്ടുള്ളത്. കഴിഞ്ഞ 3 വർഷമായി പണി നടക്കുകയാണ്. ആ 3 വർഷമായി പണി നടക്കുന്ന 25 കോടി രൂപയുടെ പദ്ധതി എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് ഗവൺമെന്റും കോർപ്പറേഷനും ഒക്കെ വിശദീകരിക്കേണ്ടതുണ്ട്. വളരെ വ്യക്തമാണ്. അപ്പൊ ഇത്രയധികം പദ്ധതികൾ നടപ്പാക്കി ഈ സംസ്ഥാനത്തെ മുഴുവൻ മാലിന്യമുക്തമാക്കാൻ പോകുന്നു എന്ന് അവകാശപ്പെടുമ്പോഴാണ് ഇവിടെ ഒരു മനുഷ്യൻ ഈ കോർപ്പറേഷന്റെയും അതോടൊപ്പം ഗവൺമെന്റിന്റെയും റെയിൽവേയുടെയും ആരുടെയായാലും അനാസ്ഥ കാരണം ഈ മാലിന്യത്തിൽ മുങ്ങി മരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുള്ളത്. നമ്മൾ ഈ തോട്ടിപ്പണി നിരോധിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. വളരെ നേരത്തെ തന്നെ ഇത്തരം ഹീനമായ പ്രവർത്തികൾ അല്ലെങ്കിൽ ഇത്തരം തീർത്തും മനുഷ്യത്വരഹിതമായ രീതിയിലുള്ള തൊഴിലുകളൊക്കെ നിരോധിച്ചിട്ടുള്ള ഒരു രാജ്യത്ത് നമ്മൾ കേരളം സാക്ഷര കേരളം എന്ന് അവകാശപ്പെടുന്നു. അതോടൊപ്പം സാംസ്കാരിക കേരളം എന്ന് അവകാശപ്പെടുന്നു. നമ്പർ 1 കേരളം എന്ന് അവകാശപ്പെടുന്നു. ശുചിത്വത്തിൽ മുന്നിൽ നിൽക്കുന്ന കേരളം എന്ന് അവകാശപ്പെടുന്നു. എല്ലാ രീതിയിലും ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന ഈ കേരളത്തിലാണ് ഈ മനുഷ്യരെ ഉപയോഗിച്ചുകൊണ്ട് ഇത് തോട്ടിപ്പണി മാത്രമല്ല, മനുഷ്യ വിസർജ്യം അടക്കത്തിൽ മുങ്ങി നിന്നുകൊണ്ട് ഈ വിസർജ്യങ്ങൾ വാരി കരയിലെത്തിക്കാൻ വേണ്ടി മനുഷ്യനെ നിയോഗിക്കുക എന്നുള്ള ഏറ്റവും മനുഷ്യത്വരഹിതമായ വളരെ തുച്ഛമായ 1000-1500 രൂപയ്ക്കാണ് ഇവരെ ഈ തൊഴിൽ ഏൽപ്പിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ. പക്ഷേ ആ തൊഴിൽ ഏൽപ്പിച്ചത് കോർപ്പറേഷൻ അല്ലല്ലോ, ആ തൊഴിൽ ഏൽപ്പിച്ചത് റെയിൽവേ അല്ലേ? നിങ്ങൾ റെയിൽവേക്കെതിരെ സംസാരിക്കാത്തത് ആരായാലും ഈ കാര്യത്തിൽ റെയിൽവേ എന്നോ കോർപ്പറേഷൻ എന്നോ അല്ലെങ്കിൽ ഗവൺമെന്റ് എന്നോ ഇത് അധികാരി വർഗമാണല്ലോ ഇത് ഏൽപ്പിച്ചിരിക്കുന്നത്. അത് ഇതിപ്പോ കോർപ്പറേഷൻ പറയുന്നത് ഞങ്ങളല്ല, റെയിൽവേ പറയുന്നു ഞങ്ങളല്ല, റെയിൽവേ പറയുന്നു ഞങ്ങൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കരാറുകാരനെ ഏൽപ്പിച്ചു. ആരെ ഏൽപ്പിച്ചാലും ഇതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്? ഇതിന്റെ ഉത്തരവാദിത്വം ജനങ്ങൾക്കാണോ, സാധാരണ ആളുകൾക്കാണോ, അല്ലെങ്കിൽ ഏൽപ്പിച്ച ഈ നിൽക്കുന്ന ഈ വേസ്റ്റ് വാരാൻ ഇറങ്ങിയ പാവപ്പെട്ട ആളുകളാണോ? അവരുടെ തലയിലാണോ കെട്ടിവെക്കുന്നത്? അവരിതിനു വേണ്ടി ബലിയാടാവുകയും രക്തസാക്ഷിയാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുകയില്ലേ? അപ്പൊ ഇതിന്റെ ഉത്തരം ഇപ്പൊ റെയിൽവേ നമ്മളിപ്പോ വളരെ അവകാശപ്പെടുന്ന ഒരു കാര്യമാണ് പ്രധാനമന്ത്രി സ്വച്ഛ ഭാരത്. എല്ലാ വർഷവും പ്രധാനമന്ത്രി 4 ചൂലുമായി എവിടെയെങ്കിലും കുറച്ച് ചവർ നിക്ഷേപിച്ചിട്ട് അവിടെ തൂത്തുവാരുന്ന ഒരു വലിയ ചിത്രം വരും. സ്വച്ഛ ഭാരതിന്റെ വലിയ പ്രചരണം നടക്കും. അടുത്ത സ്വച്ഛ ഭാരതിന്റെ ഫോട്ടോ എടുപ്പിന് പ്രധാനമന്ത്രിയെ തമ്പാനൂരിലേക്ക് ക്ഷണിക്കണം. തമ്പാനൂരിൽ വന്ന് ഈ മാലിന്യ മല ഒന്ന് വൃത്തിയാക്കാൻ പ്രധാനമന്ത്രിയോട് പറയണം. നിങ്ങൾ എന്ത് സ്വച്ഛ ഭാരതാണ് അവകാശപ്പെടുന്നത്? ഈ റെയിൽവേക്ക് സ്വന്തമായി ഒരു ശുചീകരണ സംവിധാനവും ഇല്ല.
റെയിൽവേക്ക് സ്വന്തമായി സ്വീവേജ് പ്ലാന്റുകളില്ല. ഇവിടെ ഏതൊക്കെ രീതിയിൽ ഇത്രയധികം ടൺ കണക്കിന് മാലിന്യം റെയിൽവേ ഉത്പാദിപ്പിക്കുമ്പോൾ അത് പൊതുനിരത്തിലേക്കും ഇന്നിപ്പോ കാണുകയാണ്. കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ കൂട്ടിയിട്ടിരിക്കുന്ന അവസ്ഥ, അത് സെഗ്രിഗേറ്റഡ് ആയിട്ടുള്ള മാലിന്യം പോലുമല്ല. റെയിൽവേയിൽ ഇത്തരം ഭക്ഷണം വിതരണം ചെയ്യുന്നു, അതിന് പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നു. ഈ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ഭക്ഷ്യ അവശിഷ്ടം ഉൾപ്പെടെയുള്ളവ കൂട്ടിയിടുകയും ഇത് എവിടെയെങ്കിലുമൊക്കെ തള്ളുകയും ചെയ്യുന്ന റെയിൽവേ കുറ്റക്കാരാണ്. ഗവൺമെന്റിനെ പോലെ അതല്ലെങ്കിൽ കോർപ്പറേഷൻ പോലെ റെയിൽവേക്ക് ഉൾപ്പെടെ ഇപ്പൊ സ്വച്ഛ ഭാരത് എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഏറ്റവും കൂടുതൽ ആളുകൾ വെളിയുടെ വിസർജനം ഇല്ലാതാക്കിയെന്ന് അവകാശപ്പെടുമ്പോഴും ഈ പല സംസ്ഥാനം ഈവൻ ഡൽഹിയിലടക്കം പോയി കഴിഞ്ഞാൽ ഈ റെയിൽവേ പ്ലാറ്റ്ഫോമിന്റെ വശങ്ങളിൽ ആളുകൾ രാവിലെ ഇരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിന് പറയുന്നത് ഇപ്പൊ സൂര്യ നമസ്കാരത്തിരിക്കുകയാണ് ഒരുപക്ഷെ BJP അവകാശപ്പെട്ടേക്കും. പക്ഷെ യാഥാർത്ഥ്യം എന്താണ്? ഈ രാജ്യത്തിന്റെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം. അപ്പൊ റെയിൽവേക്ക് പോലും സ്വന്തമായി മാലിന്യ കൂട്ടുത്തരവാദിത്വമാണ് എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ വാദം. ശരി, ഞാൻ തിരിച്ചു വരാം. മറുപടി അരുൺകുമാറും വിഷ്ണുവും പറയട്ടെ. ഡോക്ടർ വി സുഭാഷ് ചന്ദ്രൻ പരിസ്ഥിതി ഗവേഷകനും ജലവിഭവ വകുപ്പ് മുൻ ഡയറക്ടറുമാണ്. ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ്, പല പഠനങ്ങൾ അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. വളരെ ഡെൻസിറ്റിയുള്ള ജനസാന്ദ്രതയുള്ള ഇത്തരം നഗരങ്ങളിൽ, ഗ്രാമമെന്നോ നഗരമെന്നോ നമുക്ക് വേർതിരിച്ചറിയാൻ പോലും കഴിയാത്ത നഗരത്തുടർച്ചയുള്ള കേരളം പോലെയൊരു സംസ്ഥാനത്ത്, തലസ്ഥാന നഗരിയിൽ ഭരണസിരാ കേന്ദ്രത്തിന്റെ 1.5 കിലോമീറ്റർ പരിധിക്കുള്ളിലാണ് ഒരു മനുഷ്യൻ മാലിന്യ കൂമ്പാരത്തിൽ മുങ്ങി മരിച്ചു പോകുന്ന സാഹചര്യമുണ്ടായത്. ലോകത്തൊരിടത്ത് നമ്മൾ കേട്ടുകേൾവിയില്ലാത്തതാണ് ഇതേപോലെ ഒരു സംവിധാനത്തിൽ ഒരു മനുഷ്യൻ നിസ്സഹായനായി മരിച്ചു പോകുന്ന അവസ്ഥ. അതിനെ തുടർന്ന് പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. പക്ഷേ അടിസ്ഥാനമായ ചോദ്യം ഇതാണ്: ഓപ്പറേഷൻ അനന്ത 2015 തുടങ്ങി വെച്ചതിന് 2-3 ഘട്ടങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ ഇന്ന് പറയുന്നത് പോലെ ആമയിഴഞ്ചാൻ തോടും പാർവതി പുത്തനാറും ഒരുപക്ഷെ അതേ മോഡൽ കൊച്ചിയിൽ ആവർത്തിക്കുകയാണെങ്കിൽ കൊച്ചിയിലെ പല കനാലുകളും മാലിന്യ വിമുക്തമാകുമായിരുന്നോ? ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ്. ഡോക്ടർ അരുൺകുമാർ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ഓപ്പറേഷൻ അനന്തയുടെ ഒരു ഘട്ടത്തിൽ അതിന് വേണ്ടിയിട്ടുള്ള ചില പഠനങ്ങൾ നടത്തിക്കൊടുത്ത ഒരാൾ കൂടിയാണ് ഞാൻ. രണ്ടാമത്, തിരുവനന്തപുരത്ത് തന്നെ അർബൻ എൻവയോൺമെൻറ്റ് ഇംപ്രൂവ്മെൻറ്റ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോജക്റ്റ് സംസ്ഥാന ഗവൺമെൻറ്റിന് വേണ്ടി ഇവിടെ നടപ്പിലാക്കിയതിൽ ഒരു മേജറായിട്ടൊരു റോൾ വഹിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥനാണ്, ഒരു ലീഡർ റോൾ എടുത്തിരുന്ന ആളാണ്. അതുപോലെ തന്നെ കരമന നദി, കിള്ളിയാർ നദി, ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ ധാരാളം പ്രോജക്റ്റുകളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുവാനും പഠിക്കുവാനുമൊക്കെ ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ തിരുവനന്തപുരം നഗരത്തെക്കുറിച്ച് നന്നായി അറിയാം. അതുപോലെ തന്നെ കൊച്ചി നഗരം, കോഴിക്കോട് നഗരം. അപ്പോൾ പഠനങ്ങൾ ധാരാളം നടത്തിയിട്ടുണ്ട്, പല പ്രോജക്റ്റുകളും ഇംപ്ലിമെൻറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ഓപ്പറേഷൻ അനന്ത എന്തുകൊണ്ട് രണ്ടാമത്തെ ഗവൺമെൻറ് എടുത്തില്ല എന്നുള്ളതിന് കുറേ അധികം കാര്യങ്ങളുണ്ട്, വളരെയധികം കാര്യങ്ങളുണ്ട്. അതെന്താണ് സംഭവിക്കുന്നതെന്ന് ഗൗരവമായി നമ്മൾ ചർച്ച ചെയ്യണം. ഒന്നാമത്തെ വിഷയം, ഒരു 80% കാര്യങ്ങൾ നടന്നു. അതിൻ്റെ ഗുണം തമ്പാനൂർ ഭാഗത്തും കിഴക്കേക്കോട്ട ഭാഗത്തും ഇപ്പോഴും ഉണ്ട്. വെള്ളപ്പൊക്കം വലുതായിട്ട് വരുന്നില്ല. ഈ സീസണിൽ ഈ വർഷം ചെറുതായിട്ട് വെള്ളം പൊങ്ങി എന്നുള്ളതല്ലാതെ അത് ആമയിഴഞ്ചാൻ തോടുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്, അല്ലാതെ വലുതായിട്ട് വെള്ളം പൊങ്ങുന്നില്ല. അതിൻ്റെ 2ാം ഘട്ടവും 3ാം ഘട്ടവും നടക്കേണ്ടിയിരുന്നു, തീർച്ചയായും നടക്കേണ്ടിയിരുന്നു. രണ്ടാമത്, ശ്രീ അരുൺകുമാർ, അഡ്വക്കേറ്റ് അരുൺകുമാർ ഇവിടെ ഇരിക്കുകയാണ്. അരുൺകുമാറിനോട് വളരെ വിനയത്തോടു കൂടി ഞാനൊരു കാര്യം പറയട്ടെ. ലോകത്ത് ഒരു സ്ഥലത്തും മാലിന്യം പോലുള്ള കാര്യങ്ങൾ വെച്ച് പരീക്ഷണങ്ങൾ നടത്താറില്ല. മാലിന്യം എന്ന് പറയുന്നത് രോഗവുമായി ബന്ധപ്പെട്ടതും ആരോഗ്യവുമായി ബന്ധപ്പെട്ടതും മനുഷ്യൻ്റെ ജീവൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ദയവ് ചെയ്ത് നിങ്ങൾ ഉറവിട മാലിന്യ സംസ്കരണമെന്ന് പറഞ്ഞ് പരീക്ഷണങ്ങൾ നടത്തരുത്. ഉറവിട മാലിന്യ സംസ്കരണം കൊണ്ട് മാത്രം ഇത് പരിഹരിക്കില്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. തിരുവനന്തപുരം നഗരത്തിൽ 10 ലക്ഷമാണ് ജനസംഖ്യ, 10,53,000. ഇവിടെ നിങ്ങൾ നഗരങ്ങളിലൂടെ ഒന്ന് സഞ്ചരിക്കുക. ആയിരക്കണക്കിന് മതിലുകളിൽ പോസ്റ്ററുകൾ ഒട്ടിച്ചിട്ടുണ്ട്. ഏത് വീട്ടുകാരാണ് അത് സംസ്കരിക്കുക? തിരുവനന്തപുരം തമ്പാനൂർ ബസ് ടെർമിനൽ മുതൽ ലുലു മാൾ മുതൽ ഒരുപാട് സ്ഥാപനങ്ങളിൽ ഒരുപാട് കോഫി ഹൗസുകളും ചായക്കടകളും പിന്നെ തട്ടുകടകളും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. തമ്പാനൂർ ബസ് സ്റ്റാൻഡിനകത്ത് ബസ് ടെർമിനൽ 8-10 ചായക്കട പ്രവർത്തിക്കുന്നുണ്ട്. അവിടെയെല്ലാം ഒരു ബാഗ് വെച്ചിട്ടുണ്ട്. ആ ബാഗിൽ മാലിന്യങ്ങൾ ആളിടും. ചായ കുടിച്ചതിന് ശേഷം കപ്പും മറ്റു കാര്യങ്ങളൊക്കെ നമ്മളിടും. അതെടുത്ത് വൈകുന്നേരം എവിടെയാണ്, ഏത് വീട്ടിലാണ് കൊണ്ടുപോയി സംസ്കരിക്കുന്നത്? ഏത് ഉറവിടത്തിലാണ് സംസ്കരിക്കുന്നത്? ഉറവിട മാലിന്യ സംസ്കരണം കൊണ്ട് മാത്രം പ്രശ്നം പരിഹരിക്കില്ല എന്നുള്ള അടിസ്ഥാനപരമായ തത്വം ദയവായി അരുൺകുമാർ അടക്കമുള്ള ആളുകൾ ഒന്ന് പഠിക്കുക. നിങ്ങൾ ശാസ്ത്രീയമായി കാര്യങ്ങളൊന്ന് വിലയിരുത്തുക. ഉറവിട മാലിന്യ സംസ്കരണം നല്ലതാണ്. പൈപ്പ് കമ്പോസ്റ്റിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ പൈപ്പ് കമ്പോസ്റ്റ് വെച്ചിട്ടുണ്ട്, ഒത്തിരി പ്രശ്നങ്ങളുണ്ട് അതിനകത്ത്. അതുപോലെ തന്നെ കിച്ചൺ ബിൻ, അതിനകത്ത് പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ ഇന്നൊവേഷൻ നടക്കണം. അത് കൂടുതൽ ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്യണം. പ്ലാസ്റ്റിക് എടുക്കുന്നതിൽ പ്രശ്നങ്ങളുണ്ട്, ധാരാളം പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് സ്ഥാപനങ്ങളിലുണ്ടാകുന്ന മാലിന്യങ്ങൾ അതാതിടങ്ങളിൽ പരിഹരിക്കാൻ കഴിയില്ല. റെയിൽവേക്ക് ചിലപ്പോൾ സംവിധാനം ഉണ്ടാക്കാൻ പറ്റും, കുഞ്ഞ് തട്ടുകടകൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, ചെറിയ സ്ഥാപനങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല.
അവിടെ നിന്ന് അവരാർക്കെങ്കിലും കോൺട്രാക്റ്റ് കൊടുക്കും. ഈ കോൺട്രാക്റ്റ് എടുക്കുന്നവർ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ നദികളിൽ കൊണ്ട് തള്ളും. തിരുവനന്തപുരത്ത് ആമയിഴഞ്ചാൻ തോട് ഉണ്ടാക്കിയത് ഇതിനൊന്നിനുമല്ല, വെള്ളം പോലും മലിനജലം പോലും ഒഴുക്കാനല്ല. തിരുവനന്തപുരം വാട്ടർ വർക്സിൽ വന്നിട്ടുള്ള വെള്ളം ശുദ്ധീകരിക്കുന്നതിൻ്റെ ഭാഗമായി വരുന്ന ബാലൻസ് വെള്ളം കളയാൻ ബാലകൃഷ്ണ റാവു എന്ന് പറയുന്ന ചീഫ് എഞ്ചിനീയർക്ക് തോന്നിയ ഒരു ബുദ്ധിയാണ് ഒബ്സർവേറ്ററി ഹില്ലിൽ നിന്ന് പാറ്റൂർ വരെ ഉള്ള നിലവിലുണ്ടായിരുന്നൊരു ചെറിയ തോടിനെ അല്പം കൂടെ വീതി കൂട്ടിയാൽ അതിനകത്ത് വെള്ളം കടത്തി വിടാം, വേറെ ഒന്നും കടത്തി വിടാനല്ലാതെ വെച്ചത്. ആ 12 കിലോമീറ്റർ ദൂരത്തിലുള്ള കരയിലുള്ള ആളുകളല്ല അവിടെ മാലിന്യം ഇടുന്നത്. അവരിട്ടാലും എത്ര ഇടും? ആ 12 കിലോമീറ്ററിലുള്ള ആളുകൾ അവിടെ മാലിന്യം വലിച്ചെറിഞ്ഞാൽ എത്ര ഇടും? ഇനി അവരെല്ലാം ഒരു ഉറവിട മാലിന്യ സംസ്കരണത്തിലേക്ക് പോയാലും ഈ പ്രശ്നം തീരുമോ? തീരില്ല. തിരുവനന്തപുരം നഗരത്തിലെ 6-7 വാർഡുകൾ, ഒരു 10-15 വാർഡുകളിലെ സ്ഥാപനങ്ങളിലെയും ഹോസ്പിറ്റലുകളിലെയും വലിയ സ്ഥാപനങ്ങളിലെയും ചെറിയ സ്ഥാപനങ്ങളിലെയും ഒക്കെ മാലിന്യങ്ങൾ രാത്രിയിൽ പാർവതി പുത്തനാറിലും ആമയിഴഞ്ചാൻ തോടിലും വരുന്നുണ്ട്. ഇത് സോളിഡ് പ്രൂഫിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ ഫീൽഡിൽ ധാരാളം പ്രവർത്തനങ്ങൾ നടത്തുന്ന ആൾ കൂടിയാണ്. അങ്ങനെ കൊണ്ടിടുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാനൊന്നും പറ്റില്ല, നമുക്ക് ഫോട്ടോ എടുക്കാനൊന്നും പറ്റത്തില്ല. കാരണം ഇതിന് വലിയ സംഘമുണ്ട് ഇത് കൊണ്ടിടുന്നത്. അപ്പോൾ അതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ആരെയും പറയുന്നില്ല. വലിയ സംഘമുണ്ട്, അവർക്ക് പൈസ കൊടുക്കും, അവരെടുത്തുകൊണ്ട് പോകും, അവർ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ കൊണ്ടിടും. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു തരാം. ഈ ഓപ്പറേഷൻ ആനന്ദ എന്തുകൊണ്ട് ആദ്യത്തെ ഗവൺമെൻറ് UDF ഗവൺമെൻറ് അവസാന വർഷമാണല്ലോ ചെയ്തത്, 2015-ലാണല്ലോ. അത് കഴിഞ്ഞ് 16-ൽ വന്ന ഗവൺമെൻറ് ഏറ്റെടുത്തിരുന്നെങ്കിലും, ഇന്ന് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരുന്നെങ്കിലും ഒരുപാട് പ്രതിസന്ധികൾ വന്നേനെ. തിരുവനന്തപുരത്തുള്ള ഒരുപാട് നിർമ്മിതികൾ പൊളിക്കേണ്ടതുണ്ട്. ഇപ്പോഴും പല നിർമ്മിതികളും പൊളിക്കേണ്ടതുണ്ട്. ആ നിർമ്മിതികൾ പൊളിക്കേണ്ടത് അത്ര എളുപ്പമല്ല പൊളിക്കാൻ. ചില യാഥാർത്ഥ്യങ്ങളുടെ മുന്നിൽ ഡോക്ടർ അരുൺകുമാറും ഞാനും ഒന്നും കണ്ണടച്ചിട്ട് കാര്യമില്ല. സത്യം സത്യമായി നിൽക്കണം. തിരുവനന്തപുരം നഗരം എന്ന് പറയുന്നത് നഗരമല്ല. 12 കുന്നുകളുടെയും 17 കുളങ്ങളുടെയും നിരവധി വയലുകളുടെയുമുള്ള നല്ലൊരു ഗ്രാമപ്രദേശമായിരുന്നു തിരുവനന്തപുരം നഗരം. പാളയം കുന്നിലും ഞാൻ ഈ റിപ്പോർട്ട് ചാനലിരിക്കുന്ന സ്ഥലത്തിൻ്റെ കുറച്ച് തൊട്ടടുത്ത് തന്നെ പഴയ കുന്നായിരുന്നു. ഈ ഒരുപാട് കുന്നുകളുടെയും താഴ്വരകളുടെയും പുത്തരി കണ്ടത്തിൻ്റെയും 12 കുളങ്ങളുടെയും നാടായിരുന്നു. ഇത് മുഴുവൻ നികത്തുകയും അൺപ്ലാൻഡ് ആയിട്ടൊരു സിറ്റി ഡെവലപ്പ് ചെയ്ത് വരികയും ചെയ്തപ്പോൾ വെള്ളം എവിടെ പോകും? വെള്ളത്തിന് പോകാനുള്ള വഴികളെല്ലാം നമ്മൾ അടച്ചു. സ്വാഭാവികമായിട്ട് അത് അതിൻ്റെ വഴി കണ്ടെത്തും. വെള്ളം എന്ന് പറയുന്നത് വെള്ളത്തിൽ നിന്ന് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. എല്ലാവരും അറിഞ്ഞ് മനസ്സിലാക്കി പോകണം. വെള്ളത്തിന് അങ്ങനെ ഒരു ഫോഴ്സ് ഉണ്ട്. അത് അതിൻ്റെ വഴി കണ്ടെത്തും, തീർച്ചയായിട്ടും കണ്ടെത്തും. അപ്പോൾ അതിൻ്റെ വഴി കണ്ടെത്തുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കണ്ടത്തിലൂടെ ആയിരിക്കും, നമ്മുടെ വീട്ടിനകത്തൂടെ ആയിരിക്കും, നമ്മുടെ ഫാക്ടറിക്കകത്തൂടെ ആയിരിക്കും, നമ്മുടെ സ്ഥാപനത്തിനനുസരിച്ച് വെള്ളത്തിൻ്റെ ഒഴുക്ക് അത് നിശ്ചയിക്കുന്നത്. ഈ ആമയിഴഞ്ചാൻ തോട് എന്തിനു വേണ്ടി ഉണ്ടാക്കിയോ ആ ഉദ്ദേശമല്ല ഇപ്പോൾ നടക്കുന്നത്. 2, വലിയ മാഫിയ സംഘം ഇതിനിൽ പ്രവർത്തിക്കുന്നു. ഉറവിട സംസ്കരണം എന്നുപോലെയുള്ള പരീക്ഷണങ്ങൾ വെച്ച് ജനങ്ങളുടെ ആരോഗ്യത്തെ ബലി കൊടുക്കരുത്. ഇത് ഇങ്ങനെയല്ല പരിഹരിക്കേണ്ടത് എന്ന് ആവർത്തിച്ചു പറയുകയാണ് സുഭാഷ് ചന്ദ്രബോസ്. ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു വരാം. നമുക്ക് മറ്റു അതിഥികളുടെ കൂടി ഒരു റൗണ്ട് പ്രതികരണങ്ങൾ കൂടി എടുത്തിട്ട് ഇതിൻ്റെ ഏറ്റവും ഒടുവിൽ ഇതെങ്ങനെയാണ് പരിഹരിക്കാൻ കഴിയുക എന്ന് ഇതിനെക്കുറിച്ച് ഗവേഷണം നടത്തിയ സുഭാഷ് ചന്ദ്രബോസിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹമുണ്ട്. അടുത്ത റൗണ്ടിൽ ഞാൻ വരാം. കെ.എസ്. അരുൺകുമാർ, നോക്കൂ, BJP പ്രതിനിധിയും കോൺഗ്രസ് പ്രതിനിധിയും ഒരു പരിധിവരെ ജലവിഭവ വകുപ്പ് മുൻ ഡയറക്ടറും പറയുന്ന കാര്യങ്ങൾ, ഈ സർക്കാർ ചില പരീക്ഷണങ്ങൾ നടത്തുന്നു, അത് പാളിപ്പോകുന്നു, അത് ജനങ്ങൾക്ക് ആരോഗ്യത്തിന് ഒരു തടസ്സമായി നിൽക്കുന്നു, കൃത്യസമയത്ത് ഇടപെടുന്നതിൽ അമാന്തം കാണിക്കുന്നു, അതിന് വലിയ വില നൽകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഈ മാഫിയ സംഘങ്ങളെ നിയന്ത്രിച്ചു നിർത്താൻ കോർപ്പറേഷന് സാധിക്കുന്നില്ല. അടിസ്ഥാനമായ ചോദ്യം, തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ബേസിക് ആയിട്ടിരിക്കുന്ന പ്രയോറിറ്റി എന്താണ് മുൻഗണന? ഇത്രയും വലിയൊരു നഗരത്തിൽ മാലിന്യ നിർമ്മാർജ്ജനം ഒരു പ്രധാനപ്പെട്ട മുൻഗണനാ വിഷയമായി എടുത്തുകൊണ്ട് കഴിഞ്ഞ 2-2.5 വർഷമായി ഒരു ശ്രമം നടത്തിയിരുന്നെങ്കിൽ നമുക്കൊരു പരിധിവരെ ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ കഴിയുമായിരുന്നില്ലേ? ഡോക്ടർ അരുൺ, ഈ ചർച്ച ആരംഭിച്ചപ്പോൾ തന്നെ ഒരു ഇൻട്രോ രൂപത്തിൽ താങ്കൾ പറഞ്ഞത്, നാളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന നിർണായക യോഗം നേരത്തെ നടത്തിയിരുന്നുവെങ്കിൽ മരണപ്പെട്ട ശ്രീ ജോയിയുടെ ആ മരണം നമുക്ക് ഒഴിവാക്കാമായിരുന്നില്ലേ എന്നതായിരുന്നു. താങ്കൾക്ക് ഞാൻ 3 കത്തുകൾ അയച്ചിട്ടുണ്ട്. ആ 3 കത്തുകളും, ഒന്ന് മെയ് മാസം 7-ാം തീയതി ബഹുമാനപ്പെട്ട തിരുവനന്തപുരം കോർപ്പറേഷൻ റെയിൽവേ ഡിവിഷൻ മാനേജർക്ക് അയച്ച കത്താണ്. 2 മെയ് മാസം 17-ാം തീയതി അയച്ച കത്താണ്. അതിനുശേഷം
പ്രൊസീഡിംഗ്സ് ഓഫ് ദി ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ചെയർപേഴ്സൺ ഡിസ്ട്രിക്ട് കളക്ടർ ഇട്ടിരിക്കുന്ന ഒരു ഉത്തരവാണ്. ആ ഉത്തരവിന്റെ തീയതി എന്ന് പറയുന്നത് 29/5/2024 അതായത് കടുത്ത വേനൽ ഈ കേരളത്തിലുണ്ടായ മെയ് മാസത്തിലാണ് കോർപ്പറേഷൻ 2 കത്തുകൾ 7/5-നും 17/5-നും അയച്ചത്. അതുപോലെ 29/5-ന് കളക്ടർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ പ്രൊസീഡിംഗ്സിന്റെ ഉത്തരവാണ് അയച്ചിരിക്കുന്നത്. ആ ഉത്തരവിന്റെ അവസാനത്തെ പാരഗ്രാഫ്, ദ ഓർഡർ ദ റെയിൽവേ അതോറിറ്റി മസ്റ്റ് ടേക്ക് ഇമ്മീഡിയറ്റ് ആക്ഷൻ to remove the debris and waster substances obstructing the proper flow of Palavangadi Thodu passing through the railway tunnel at Tambanur in Thiruvananthapuram city. ഇതൊരു ഉത്തരവാണ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ കളക്ടറുടെ ഒരു ഉത്തരവാണ്. അത് മെയ് മാസം 29-നാണ്. അതിനുശേഷം റെയിൽവേയുടെ ടണലിനുള്ളിലെ ഡെബ്രിസ് നീക്കം ചെയ്യാനല്ലേ ഈ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉത്തരവ് പറയുന്നത്? 12 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന ഏകദേശം ഞങ്ങളുടെ ക്യാമറ തന്നെ ഇന്നലെ തന്നെ കണ്ടെത്തിയ ഈ ഡെഡ് ബോഡി കണ്ടെത്തിയ തകരപ്പറമ്പ് കനാലടക്കം വരുന്ന പ്രദേശത്തെ ഡെബ്രിസ് നീക്കം ചെയ്യാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി കോർപ്പറേഷൻ ഉത്തരവിടാഞ്ഞത് എന്താണ്? ഞാൻ അതിലേക്ക് വരാം. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. 4ാമത്തെ ഒരു ഉത്തരവ്, അത് മുനിസിപ്പാലിറ്റി ആക്ടിലെ സെക്ഷൻ 30, 440, 440 ക്ലോസ് 2, 535 മുനിസിപ്പൽ ആ ചുമതലകൾ വഹിക്കുന്ന ആ കോർപ്പറേഷൻ ഇട്ടിരിക്കുന്ന ഒരു ഉത്തരവ്. ആ ഉത്തരവിലും ഇത്തരത്തിലുള്ള ഡെബ്രിസ് നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇവിടെ ചോദിച്ച ചോദ്യം. ഞാൻ അങ്ങയുടെ ചോദ്യത്തിലേക്ക് വരാം, ഞാൻ അതിൽ നിന്ന് തെന്നി മാറുകയല്ല. ശ്രീ ജോയിയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാഹചര്യം, ആ മരണത്തിന് ശേഷം മുഴുവൻ കോർപ്പറേഷന്റെ തലയിലും അതുപോലെ ഗവൺമെന്റിന്റെ തലയിലും കെട്ടിവെക്കാൻ മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നും വലതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും വലിയ കരുതി കൂട്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. റെയിൽവേ പ്രോപ്പർട്ടിയിൽ അതിക്രമിച്ച് കയറിയാൽ അപ്പോൾ അവർ റെയിൽവേ ആക്ട് പ്രകാരം കേസെടുക്കും. 3 കത്തുകൾ കൊടുത്തിട്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ചെയർമാൻ എന്ന രൂപത്തിൽ ജില്ലാ കളക്ടർ കത്ത് കൊടുത്തിട്ട് ഈ റെയിൽവേ എന്താണ് ചെയ്തത്? ഞാൻ ആദ്യം ഒരു ചോദ്യം ചോദിച്ചല്ലോ. ഈ കേരളത്തിന്റെ അങ്ങും 12 ജില്ലകളിലൂടെ റെയിൽവേ കടന്നു പോകുന്നുണ്ട്. എത്രയോ റെയിൽവേ സ്റ്റേഷനുണ്ട്. ഏതെങ്കിലും ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഖരമാലിന്യവും ജൈവ മാലിന്യവും സംസ്കരിക്കാൻ ഒരു പ്ലാന്റ് റെയിൽവേക്കുണ്ട് എന്ന് കാണിച്ചു തരാൻ കഴിയുമോ? അപ്പൊ ഈ മാലിന്യം എങ്ങോട്ടാ പോണേ? ഈ മാലിന്യം എല്ലാം പോകുന്നത് തൊട്ടടുത്തുള്ള റോട്ടിലേക്കും അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ കുന്നുകൂട്ടി ഇട്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ശ്രമം റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് അങ്ങനെ ആയിക്കോട്ടെ. ഞാൻ ആദ്യം സൂചിപ്പിച്ചത് അത് പൊതുമേഖലാ സ്ഥാപനമായാലും സ്വകാര്യ മേഖലയായാലും വ്യക്തികളായാലും പട്ടവും കേശവദാസനും പൊട്ടക്കുഴിയും അടക്കമുള്ള തിരുവനന്തപുരം നഗരത്തിലെ പ്രധാന ഭാഗങ്ങൾ ഇവിടെയെല്ലാം ഇപ്പോൾ അടക്കം മാലിന്യം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഈ പ്രദേശങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് 114 മീറ്റർ എത്തുന്നത്. അരുൺകുമാറെ, താങ്കൾക്ക് അറിയില്ലെങ്കിൽ താങ്കൾ തിരുവനന്തപുരത്തേക്ക് വന്നു നോക്കൂ. അപ്പോൾ ഈ പ്രദേശങ്ങളിലെല്ലാം യാഥാർത്ഥ്യം അറിയാതെ പറഞ്ഞു പോവുകയാണ്. ഈ നഗരത്തിലെ മുഴുവൻ മാലിന്യം റെയിൽവേയിലേക്കാണ് പോകുന്നത്. അതിനുശേഷം വിഷ്ണുവിലേക്ക് വരാം. അരുൺ തുടരൂ. യെസ് വിഷ്ണു, നമ്മൾ രണ്ടുപേരും ഒച്ചയെടുത്താൽ ആർക്കും കേൾക്കാൻ കഴിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് 3 കത്ത് മെയ് മാസത്തിൽ കൊടുത്ത് ജൂൺ മാസം ആദ്യം ഒരു കത്ത് കൊടുത്തിട്ടും റെയിൽവേ ചെയ്യാത്ത ഉത്തരവാദിത്വം റെയിൽവേ ടണലിനുള്ളിൽ റെയിൽവേ തന്നെ ഒരു കോൺട്രാക്ടർക്ക് കൊടുത്ത് ആ കോൺട്രാക്ടർ നിയോഗിച്ച ഒരു ജോലിക്കാരനാണ് ജോയി. ആ ജോയിക്കുണ്ടായ അപകടം നമുക്കെല്ലാം വേദന ഉണ്ടാക്കുന്നതാണ്, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത അത്തരത്തിലൊരു സംഭവം ഉണ്ടായപ്പോൾ അവയെ രക്ഷിക്കാനുള്ള എല്ലാ ശ്രമവും നടത്തി. അവസാനം അദ്ദേഹം മരണപ്പെട്ടുപോയി. ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയാതെ അതിന് ഉത്തരവാദിത്വം മേയറാണ്, കോർപ്പറേഷനാണ് എന്ന് പറഞ്ഞ് വ്യക്തിപരമായി ആക്രമിക്കുന്നു. സോഷ്യൽ മീഡിയ ആക്രമണ പരമ്പര സോഷ്യൽ മീഡിയയിലൂടെ നടത്തുന്നു. ഗവൺമെന്റിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞില്ലേ, ഡിവിഷൻ ബെഞ്ച് ഞാൻ എന്താ പറഞ്ഞ 13 കാര്യങ്ങൾ പറഞ്ഞല്ലോ. ആ 13 കാര്യങ്ങൾ പറഞ്ഞതിലും പ്രധാനപ്പെട്ടതെല്ലാം റെയിൽവേയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളല്ലേ പറഞ്ഞത്. ഓരോന്നായി കൃത്യമായി സൂചിപ്പിച്ചല്ലോ റെയിൽവേ. കാരണം അതിലെവിടെയെങ്കിലും ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് എന്ന് ഡിവിഷൻ ബെഞ്ച് പറയുന്ന സാഹചര്യമുണ്ടോ? എന്താ നമ്മൾ അതെല്ലാം മറന്നു പോകുന്നത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കണം. ഭാവിയിലും മാലിന്യ വിമുക്ത കേരളം എന്ന സ്വപ്നത്തിലേക്ക് നമുക്ക് കുതിച്ചുയരാൻ കഴിയണം. അതിന് എല്ലാ വിഭാഗം ആളുകളുടെയും പിന്തുണ ഉണ്ടാകണം. അത് ഇവിടെ 946 ഗ്രാമപഞ്ചായത്ത്, 500 ശിഷ്ടം ഈ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടു മുന്നിലുള്ള ഭാഗത്താണ് ജോയി മുങ്ങിയത് എന്നത് സത്യമാണ്. ജോയി ഒരുപക്ഷെ മരണപ്പെട്ടിരിക്കുക ടണലിനുള്ളിലായിരിക്കാം. ജോയിയുടെ മൃതശരീരം കിട്ടിയ പരിസരത്തെ മാലിന്യ കൂമ്പാരം ആരുടെ ഉത്തരവാദിത്വമാണ് അരുൺ? ഞാൻ അതിലേക്കാണ് വരുന്നത്. ഇവിടെ മിസ്റ്റർ ഡോക്ടർ അരുൺ, 946 ഗ്രാമപഞ്ചായത്തുണ്ട്. 550ഓളം ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് LDF ആണ്. ബാക്കി 380ഓളം UDF ആണ്. 11ഓളം ഗ്രാമപഞ്ചായത്ത് BJP ആണ്. അതുപോലെ കോർപ്പറേഷൻ ആയാലും മുനിസിപ്പാലിറ്റി ആയാലും ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് എല്ലാം ഡിവൈഡ് ചെയ്താലും 3 കക്ഷികളും ഭരിക്കുന്നവരുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം
കൂട്ടായിട്ടുള്ള പ്രവർത്തനമാണ് മാലിന്യ വിമുക്ത കേരളത്തിന് വേണ്ടി നടത്തേണ്ടത്. ഏറ്റവും ആധുനികമായിട്ടുള്ള ടെക്നോളജി ഉപയോഗിക്കണം. അതുപോലെ ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞല്ലോ, ഒറ്റ കാര്യം സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞല്ലോ, ഉറവിടങ്ങളിൽ മാലിന്യം സംസ്കരിക്കാനുള്ള ആ തീരുമാനം മണ്ടത്തരമാണെന്ന്. അങ്ങനെയൊന്നും പറയണ്ട. അത്തരത്തിലൊരു സംസ്കാരം വളർത്തിയെടുക്കണം. പുതുതലമുറയ്ക്ക് ബോധ്യമുണ്ടാകണം, ഞാൻ ഉണ്ടാക്കുന്ന ഈ മാലിന്യം മുഴുവൻ പേറേണ്ടവരല്ല ഈ റോഡ് സൈഡിലൂടെ പോകുന്നവർ, നഗരവാസികൾ എന്ന ഒരു ബോധ്യം അവർക്ക് വേണം. പിന്നെ ഒറ്റ കാര്യം, നമ്മൾ ഈ മാലിന്യങ്ങൾ കമ്പോസ് ചെയ്യാനുള്ള പാഴ്വസ്തുക്കളായാലും അത് അല്ല, ഞാൻ പറയട്ടെ, പാഴ്വസ്തുക്കൾ പോലും ശേഖരിച്ച് അത് തരംതിരിച്ച് ജൈവം, ഖരം, പ്ലാസ്റ്റിക് എന്ന രൂപത്തിൽ നമുക്ക് വിഭജിക്കാൻ കഴിയണം. പക്ഷെ അത്തരത്തിൽ വിഭജിച്ചെടുക്കാനുള്ള ഒരു സെന്റർ പോലും ഈ കേരളത്തിൽ നമുക്ക് ആരംഭിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. കാരണം മാലിന്യ സംസ്കരണത്തിന്റെ ഒരു കേന്ദ്രം വരുന്നു, ശക്തമായിട്ട് എതിർപ്പ്, പൗരസമിതി ഉണ്ടാക്കുന്നു, ജനങ്ങൾ എതിർക്കുന്നു. ഒരു സ്ഥലത്ത് പോലും ഇത് കേന്ദ്രീകരിച്ച് തരംതിരിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യം അടുത്ത കാലത്ത് കേരളത്തിൽ വരികയാണ്. അതുകൊണ്ട് മാലിന്യങ്ങളും പാഴ്വസ്തു ശേഖരണവും രണ്ടും രണ്ടാണ്. പാഴ്വസ്തുക്കൾ ശേഖരിച്ച് അതിൽ ഖരവും അതിൽ ജൈവവും പ്ലാസ്റ്റിക്കും തരംതിരിച്ച് വിവിധ കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയി സംസ്കരിക്കുന്ന കേന്ദ്രങ്ങൾ എല്ലാ വാർഡുകളിലും ആരംഭിക്കാൻ കഴിയണം. പഞ്ചായത്തിൽ ഒരു 4-5 എണ്ണമെങ്കിലും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഈ മാലിന്യങ്ങൾ തള്ളുന്നതിൽ കൂടുതലും തട്ടുകടകൾ മുതൽ വൻകിട ഹോട്ടലുകളും ബാറുടമകളും അടക്കം ഹോസ്പിറ്റലുകൾ അടക്കമുള്ള വലിയൊരു സംഘമുണ്ട്. ഇവരൊക്കെ കരാർ കൊടുത്തിരിക്കുന്ന മാലിന്യ നിർമ്മാർജ്ജനം ചെയ്യുന്ന വലിയ മാഫിയ സംഘങ്ങളുണ്ട്. ഇവരവിടെ നിന്നും വലിയ രീതിയിൽ കണ്ടെയ്നർ കണക്കിന് മാലിന്യങ്ങൾ അതാതിടങ്ങളിൽ നിന്ന് ശേഖരിച്ച് ഈ കനാലുകളിൽ കൊണ്ടുപോയി തള്ളുകയാണ്. അതിനെ പിടികൂടാനുള്ള എന്ത് എൻഫോഴ്സ്മെന്റ് സംവിധാനമാണ് കോർപ്പറേഷൻ ചെയ്തിട്ടുള്ളത്? ഇവരെയൊന്നും തൊഴിലില്ല കോർപ്പറേഷൻ. ഈ ആശുപത്രി സംവിധാനത്തെയോ ഈ ഹോട്ടൽ സംവിധാനത്തെയോ ഈ ബാറുടമകളെയോ ഈ തട്ടുകടകളും അല്ലെങ്കിൽ മറ്റു ഹോട്ടലുകളും നടത്തുന്നവരെയോ ഒന്നും ഈ എൻഫോഴ്സ്മെന്റ് ഏജൻസി തൊഴില്ല. അങ്ങനെ എൻഫോഴ്സ്മെന്റ് ഏജൻസി പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ നമ്മളൊക്കെ വാർത്തയാക്കുമായിരുന്നല്ലോ, അത് കേരളം ചർച്ച ചെയ്യുമായിരുന്നല്ലോ. അത് ചർച്ച ചെയ്യാതെ വന്നതുകൊണ്ട് കൂടിയാണ് ഇത്രയും വലിയ മാലിന്യം ആ ടണലിനുള്ളിലേക്ക് പോകുന്നതും ടണലിന് പുറത്തേക്ക് വരുന്നതും ആ മാലിന്യ കുമ്പാരത്തിൽ ഒരു മനുഷ്യൻ നഷ്ടപ്പെട്ടു പോകുന്നതും. അപ്പോൾ അരുൺ, ഇതിൽ കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് പറയാൻ കഴിയില്ല. റെയിൽവേയുടെ കാര്യത്തിൽ താങ്കൾ പറഞ്ഞതുപോലെ ഖരമാലിന്യ സംസ്കരണ പ്ലാന്റുകളോ സീവേജ് പ്ലാന്റോ 44 റെയിൽവേ സ്റ്റേഷനുകളിൽ 41 എന്ന വസ്തുത നമ്മുടെ മുന്നിലുണ്ട്. തിരുവനന്തപുരം പോലെ ഒരു നഗരത്തിൽ ഇത്രയും അധികം കൺസ്ട്രക്ഷൻ നടക്കുന്ന റെയിൽവേ സ്റ്റേഷനിൽ അതില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിന്നല്ലല്ലോ നമ്മൾ തിരിച്ചറിയുന്നത്. ഇത് 5 വർഷങ്ങൾക്ക് മുമ്പ് 8 വർഷങ്ങൾക്ക് മുമ്പ് ഈ സർക്കാർ തിരിച്ചറിയേണ്ടതായിരുന്നില്ലേ? കോർപ്പറേഷൻ നോട്ടീസ് കൊടുത്തോ? നിങ്ങൾക്ക് സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് വേണമെന്ന് സർക്കാർ എപ്പോഴെങ്കിലും ആവശ്യപ്പെട്ടോ റെയിൽവേയോട്? ഒറ്റ മിനിറ്റ്. താങ്കൾ ചോദിച്ചല്ലോ, ഇത്തരത്തിൽ തട്ടുകടകൾ, അതുപോലെ പച്ചക്കറി കടകൾ, അതുപോലെ തന്നെ ഇത്തരത്തിൽ മാലിന്യങ്ങൾ തോടുകളിൽ കൊണ്ടുപോയി തള്ളുന്ന കടകളെ കുറിച്ചെല്ലാം പറഞ്ഞു. എന്നാൽ ഇപ്പൊ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പുറത്തുവിട്ട കണക്ക് പ്രകാരം 2023 മാർച്ചിൽ ക്യാമറ സ്ഥാപിച്ച ഇടങ്ങളെ കുറിച്ച് ഒരു കണക്കും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ക്യാമറ സ്ഥാപിച്ച ഇനം 1047 ഇടങ്ങളിൽ ഇത്തരത്തിൽ ആരെങ്കിലും മാലിന്യം തള്ളുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ക്യാമറ. അതുപോലെ ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഇത്തരത്തിൽ മാലിന്യം കൊണ്ടുപോയി ഇടാൻ പറ്റുന്ന ബിന്നുകൾ 1,69,270 ബിന്നുകളാണ് ഇതേ കോർപ്പറേഷനും പഞ്ചായത്ത് മുനിസിപ്പൽ അതിർത്തിയിൽ സ്ഥാപിച്ചിരിക്കുന്നത്. അതുപോലെ ഇതിൽ പിഴയായി ഈടാക്കിയ തുക നോക്കിയാൽ ലക്ഷക്കണക്കിന് രൂപയുടെ വർധനവ് ഈ പിഴയായി ഈടാക്കിയ കൊണ്ടുപോയി ഇതേപോലെ തള്ളി കോർപ്പറേഷൻ പിടിച്ച ഒരു വാർത്തയും ഞാൻ അടുത്ത് കണ്ടിട്ടില്ല. താങ്കൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ താങ്കൾക്ക് ശ്രദ്ധയിൽപ്പെടുത്താവുന്നതാണ്. ഞാൻ തിരികെ വരാം മറ്റതിഥികളിലേക്ക്. എനിക്കൊരു ചെറിയ ഇടവേള വേണം. എനിക്കറിയാം വി സുഭാഷ് ചന്ദ്രബോസിന് പറയേണ്ടതുണ്ട്. വെൽക്കം ബാക്ക്. മാലിന്യ നിക്ഷേപം വധശ്രമമാണ് എന്നാണ് ഹൈക്കോടതി ഇന്ന് നിരീക്ഷിച്ചത്. നമ്മളുടെ മാലിന്യ സംസ്കരണം എത്രമാത്രം ശാസ്ത്രീയമാണ്, ഇനിയെങ്കിലും ശരിയാക്കുമോ എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ്, പരിസ്ഥിതി ഗവേഷകൻ, ജലവിഭവ വകുപ്പ് മുൻ ഡയറക്ടർ, കോൺഗ്രസിൽ നിന്നും RV രാജേഷ്, CPM നിന്നും അഡ്വക്കേറ്റ് KS അരുൺകുമാർ, BJP നിന്നും അഡ്വക്കേറ്റ് BG വിഷ്ണു എന്നിവരാണ് നമുക്കൊപ്പം. ഇപ്പോൾ ഈ ചർച്ച കണ്ടുകൊണ്ട് VK പ്രശാന്ത്, മുൻ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറും ഇപ്പോൾ MLA-യുമായ ശ്രീ VK പ്രശാന്ത് നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. നമ്മൾ അദ്ദേഹത്തിനെ കേൾക്കാം. ഡോക്ടർ അഡ്വക്കേറ്റ് VK പ്രശാന്ത്, താങ്കൾ ഉറവിട സംസ്കരണത്തെക്കുറിച്ച് എന്തോ സൂചിപ്പിക്കാനുണ്ട് എന്ന് പറഞ്ഞു. എന്താണ് അങ്ങേക്ക് സൂചിപ്പിക്കാനുള്ളത്? അല്ല, അങ്ങ് ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഉറവിട സംസ്കരണം പരാജയമാണ് എന്ന് സൂചിപ്പിക്കുകയുണ്ട്. അത് കേട്ടപ്പോഴാണൊന്ന് പ്രതികരിക്കണമെന്ന് എനിക്ക് തോന്നിയത്. കാരണം ഈ തിരുവനന്തപുരത്ത് 2011 വിളപ്പിശാല മാലിന്യ സംസ്കരണ പ്ലാന്റ് പൂട്ടിപ്പോകുന്നത്. അപ്പൊ അന്ന് ഞങ്ങള് വിളപ്പിശാലയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഏതാണ്ട് 400 ടണ്ണിലധികം വരുന്ന മാലിന്യങ്ങൾ 45 ലോറികളിലായിട്ടാണ്. പ്ലാന്റ് പൂട്ടിയാലും മാലിന്യം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്.
2011 മുതൽ 2024 കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ടൺ മാലിന്യം ഈ നഗരത്തിൽ അടിഞ്ഞു കൂടണം. നമ്മൾ അറിയേണ്ടത് അത്രയും മാലിന്യം ഇപ്പോൾ നഗരത്തിലില്ല. ഇവിടെ ചില അനധികൃതമായി മാലിന്യം ശേഖരിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ അമഴിഞ്ഞ തോടിലേക്കും മറ്റു പല സ്ഥലങ്ങളിലേക്കും മാലിന്യം നിക്ഷേപിക്കുന്നത്. അന്ന് ഈ പ്ലാന്റ് പൂട്ടിപ്പോകുന്ന സമയത്ത് ഉറവിട സംസ്കരണങ്ങൾ ആരംഭിച്ച് ഏതാണ്ട് 60,000-ൽ പരം കിച്ചൺ ബിൻ ബയോ കമ്പോസ്റ്റർ യൂണിറ്റുകൾ വീടുകളിൽ സ്ഥാപിച്ചിട്ടാണ് നമ്മൾ മാലിന്യത്തിന്റെ അളവ് കുറച്ചത്. ഇന്ന് എനിക്ക് വളരെ കൃത്യമായി പറയാൻ വേണ്ടി കഴിയും, ഏതാണ്ട് 150 ടണ്ണിൽ താഴെ മാത്രമാണ് ഇപ്പോൾ തിരുവനന്തപുരത്തിന്റെ പുറത്തേക്ക് വരുന്ന മാലിന്യത്തിന്റെ അളവെന്ന് പറയുന്നത്. അത്രയ്ക്കും കുറയ്ക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പം തിരുവനന്തപുരത്ത് ജനത ഗ്രീൻ പ്രോട്ടോകോൾ നടപ്പാക്കാനും ഉറവിട മാലിന്യ സംസ്കരണ പദ്ധതി വിജയിപ്പിക്കുന്നതിന് നന്നായി പരിശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നഗരത്തിന്റെ തെരുവോരങ്ങളിൽ ഇപ്പോൾ മാലിന്യം കാണാനില്ല. മാലിന്യം ഉള്ളത് ഞാൻ ഈ പറഞ്ഞതുപോലെ ഒഴിഞ്ഞ ചില പ്രദേശങ്ങളിലും ആമയിഴഞ്ഞാൻ തോടിലും മറ്റു ചില കേന്ദ്രങ്ങളിലും ഒക്കെയാണ്. ആ കേന്ദ്രം എവിടെയാണെന്ന് ഏതുറക്കത്തിലും എനിക്കറിയാവുന്ന ഒരാൾ എന്ന നിലയ്ക്കാണ് ഞാനിത് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഉറവിട മാലിന്യ സംസ്കരണം പരാജയമല്ല. ഓരോ മനുഷ്യനെയും ഈ ഉറവിട സംസ്കരണത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് മാലിന്യ സംസ്കരണം നടത്താമെന്ന് തെളിയിച്ചിട്ടുള്ള നഗരമാണ് തിരുവനന്തപുരം. നഗരവാസികൾ നല്ല ജാഗ്രതയുള്ളവരാണ് എന്നുള്ളത്. ചെറിയ വീടുകളിൽ ഉറവിട സംസ്കരണം സാധ്യമാണ്. ചെറിയ തട്ടുകടകൾ കേന്ദ്രീകരിച്ച്, ഇപ്പോൾ കോഫി ഹൗസുകൾ കേന്ദ്രീകരിച്ച്, ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് ഈ ഉറവിട സംസ്കരണം എന്നുള്ളത് എങ്ങനെയാണ് സാധ്യമാവുക? അല്ല, ഞാൻ എൻ്റെ വീട്ടിൽ ഈ കിച്ചൺ ബിൻ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഉറവിട മാലിന്യ സംസ്കരണം നടത്തുന്നത്. അപ്പോൾ ഒരു 4-5 പേരുള്ള ഒരു വീട്ടിൽ 180 ഗ്രാം മാലിന്യമായിരിക്കും ഒരു ദിവസം ഉണ്ടാവുക. ഇത് ഈ ബയോ കമ്പോസ്റ്റർ കിച്ചൺ ബിന്നിലൂടെ നമുക്ക് സംസ്കരിക്കാൻ കഴിയും. ആ സംസ്കരിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന വളത്തെ കൃഷിക്ക് ഉപയോഗിക്കാൻ വേണ്ടി കഴിയും. ഇത് വളരെ സിമ്പിളായി ചെയ്യാം. നമ്മുടെ പ്രാഥമിക കാര്യങ്ങൾ വീടുകളിൽ ഉപയോഗിക്കുന്നതും, അല്ലെങ്കിൽ ഇപ്പോൾ വി കെ പ്രശാന്തോ ഒരു മധ്യവർഗത്തിനോ അല്ലെങ്കിൽ ഒരു ഇടത്തരം മധ്യവർഗത്തിൽപ്പെട്ട കുടുംബത്തിന് അത് സാധ്യമാണ്. പക്ഷേ അതല്ലാതെ തട്ടുകടകളാണെങ്കിലും ഹോട്ടലുകളാണെങ്കിലും അവിടെയാണല്ലോ ഏറ്റവും കൂടുതൽ മാലിന്യം ഉൽപ്പാദിപ്പിക്കപ്പെടുക. ഇപ്പോൾ തള്ളപ്പെടുന്ന മാലിന്യങ്ങൾ ഏറെയും വരുന്നത് അവിടെ നിന്നാണല്ലോ. അവിടെ ഈ ഉറവിട മാലിന്യ സംസ്കരണം എങ്ങനെ പ്രയോജനപ്പെടും എന്നാണ് സുഭാഷ് ചന്ദ്രബോസ് ചോദിച്ചത്. അല്ല, അവിടെ നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടത് തുമ്പൂർ മൊഴി കമ്പോസ്റ്റിംഗ് യൂണിറ്റുകളെയാണ്. അപ്പോൾ പ്രകൃതി പറയുന്ന മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് തിരുവനന്തപുരം നഗരത്തിനകത്ത് ഏതാണ്ട് 300-ലധികം വരുന്ന ബയോ കമ്പോസ്റ്റർ തുമ്പൂർ മൊഴി യൂണിറ്റുകൾ ഞങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളത്. പക്ഷെ അതിൽ പലതും പരാജയമാണ് എന്നാണ് ഞങ്ങളുടെ റിപ്പോർട്ടർമാർ ഇന്ന് രാവിലെ കണ്ടെത്തിയത്. വി കെ പ്രശാന്ത്, അല്ല, അത് ഞാൻ ഈ പറഞ്ഞതുപോലെ അത് പ്രോപ്പറായി കൈകാര്യം ചെയ്യുന്നതിലുള്ള പിശക് കൂടിയാണ്. ഈ തിരുവനന്തപുരം നഗരത്തിൽ പ്ലാന്റ് വെക്കാൻ ആരും അനുവദിക്കുക, നഗരത്തിലെന്നല്ല കേരളത്തിൽ ഇപ്പോൾ ആരും അനുവദിക്കുന്നില്ലല്ലോ. അപ്പോൾ പ്ലാന്റ് വെക്കാൻ ജനം അനുവദിക്കാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഉറവിട മാലിന്യ സംസ്കരണം മാത്രമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഒരു പോംവഴി. അങ്ങ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഹോട്ടലുകളോ അല്ലെങ്കിൽ തട്ടുകടകളോ കല്യാണ മണ്ഡപങ്ങളോ ഇവർ ചേർന്ന് ഒരു പ്ലാന്റ് ഉണ്ടാക്കുന്നത് തീർച്ചയായിട്ടും ഗൗരവമായി ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. നഗരത്തിലെ ഭൂരിഭാഗം വീടുകളും ഈ സിസ്റ്റത്തിലേക്ക് വരികയും അല്പം കൂടുതൽ മാലിന്യം ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ ചേർന്നുകൊണ്ട് അവരുടെ മാലിന്യം സംസ്കരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ചെറിയ പ്ലാന്റ്, ഡീസെൻട്രലൈസ്ഡ് പ്ലാന്റുകൾ ആരംഭിക്കുന്നത് തീർച്ചയായിട്ടും ആലോചിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. രണ്ടാം ഘട്ടം തുടങ്ങേണ്ടിയിരുന്നത് കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് സംഭവിച്ചു പോയ വീഴ്ചയെ ചൂണ്ടിക്കാട്ടപ്പെടുന്നതും നമ്മൾ അവിടം കൊണ്ട് അവസാനിപ്പിച്ചു പോയി എന്നുള്ളതാണ്. താങ്ക് യു ഡോക്ടർ വി കെ പ്രശാന്ത്. എനിക്കറിയാം ചർച്ചയിൽ മറ്റ് 3 അതിഥികൾ കൂടി ഉള്ളതുകൊണ്ടാണ് താങ്കൾ പറഞ്ഞ ഈ ഇൻപുട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്, കണക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. എനിക്ക് സുഭാഷ് ചന്ദ്രബോസിലേക്ക് ഒന്ന് പോകണം. ശ്രീ സുഭാഷ് ചന്ദ്രബോസ്, വി കെ പ്രശാന്ത് MLA ഇപ്പോൾ സൂചിപ്പിച്ചത് 400 ടൺ വിളപ്പിൽശാലയിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നിടത്ത് ഇപ്പോൾ തിരുവനന്തപുരം നഗരം 180 ടൺ മാലിന്യമേ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം ഉറവിട സംസ്കരണത്തിലൂടെ ഹൗസ് വീടുകൾ തന്നെ അത് മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യുകയോ പ്രോസസ് ചെയ്യുന്നുണ്ട് എന്നാണ്. അപ്പോൾ അതൊരു സമ്പൂർണ്ണ പരാജയമല്ല സുഭാഷ് ചന്ദ്രബോസ്? ഒരിക്കലും ഞാൻ സമ്പൂർണ്ണ പരാജയമാണെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ ഒരിക്കലും അങ്ങനെ പറയുന്ന ആളുമല്ല. ഞാൻ ഈ പ്രോസസ്സിൽ ഇടപെട്ടിരിക്കുന്ന ആളാണ്. ഉറവിട മാലിന്യ സംസ്കരണത്തെ പ്രൊമോട്ട് ചെയ്യുന്നതിന് സബ്സിഡി കൊടുത്തിട്ടുള്ള ഓഫീസറായിരുന്നു ഞാൻ. അതുകൊണ്ട് ഞാൻ എന്നെ പരാജയമല്ല പറഞ്ഞു. ഞാൻ പറഞ്ഞത് ത്രിമുഖ തന്ത്രം ആവശ്യമുണ്ട്. ഉറവിട മാലിന്യ സംസ്കരണത്തിന് അതിൻ്റെ പങ്കുണ്ട്. ശ്രീ വി കെ പ്രശാന്ത് MLA പറഞ്ഞതുപോലെ ഞാൻ നേരത്തെ അദ്ദേഹമായിട്ട് കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ നിന്നും ഞാനും പറഞ്ഞിരുന്നു. അതായത് മിനി പ്ലാന്റുകൾ ആവശ്യമുണ്ട്, അതുപോലെ സെൻട്രലൈസ്ഡ് പ്ലാന്റ് ആവശ്യമുണ്ട്. ഡോക്ടർ അരുൺകുമാർ എഴുതി വെച്ചോ, ഞാൻ എൻ്റെ നാവ് പൊന്നായിരിക്കുമെന്ന് പിന്നെ അരുൺകുമാർ പറയും. കേരള ഗവൺമെൻറ് വളരെ ഗൗരവമായി ആലോചിക്കുന്നൊരു വിഷയം കൂടിയാണ് സെൻട്രലൈസ്ഡ് പ്ലാന്റ്. ഈ സെൻട്രലൈസ്ഡ് പ്ലാന്റ് കൊണ്ടുവരുന്നതിന് രാഷ്ട്രീയമായ എതിർപ്പുകൾ വന്നാൽ പൊതുജനങ്ങളുടെ എതിർപ്പ് വരുന്നത് അവർ പേടിച്ചിട്ടാണ്.
വിളപ്പിൽശാല ഫാക്ടറി വിജയിച്ചിരുന്നുവെങ്കിൽ കേരളത്തിലെ 1000 പഞ്ചായത്തുകളിലും ഫാക്ടറികൾ പണിയാൻ പറ്റുമായിരുന്നു. എല്ലാവരും ഇങ്ങോട്ട് വരുമായിരുന്നു, ഞങ്ങൾക്കൊരു ഫാക്ടറി വേണം എന്ന് പറഞ്ഞു. വിളപ്പിൽശാല ഫാക്ടറി എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് ഇന്നിപ്പോൾ ചർച്ച ചെയ്യുന്നില്ല. ഡോക്ടർ അരുൺകുമാർജി വേറൊരു അവസരം തന്നാൽ ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് ആ ഫാക്ടറി പരാജയപ്പെട്ടതെന്ന്. ഞാൻ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടത് ഞാൻ പറഞ്ഞുതരാം. അത് കഴിഞ്ഞിട്ട് വിളപ്പിൽശാല ഫാക്ടറി പരാജയപ്പെട്ടെങ്കിലും ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൂടി ചേർന്ന്, എല്ലാ സന്നദ്ധ സംഘടനകളും ചേർന്ന്, എല്ലാ മീഡിയയും കൂടി ചേർന്ന് കേരളത്തിന് ഭാവി വേണമെങ്കിൽ തീർച്ചയായും സെൻട്രലൈസ്ഡ് പ്ലാന്റിനെ കുറിച്ച് ആലോചിക്കേണ്ടി വരും. കാരണം വിളപ്പിൽശാല ഫാക്ടറി തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന 100-200 ടണ്ണിൽ നിന്ന് ഇന്ന് ഞാൻ ലേറ്റസ്റ്റ് കണക്ക് കൂടി എടുത്തുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്, 500 ടൺ മാലിന്യം തിരുവനന്തപുരത്ത് ഉണ്ടാകുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ 10 ലക്ഷം പോപ്പുലേഷൻ ആണെങ്കിൽ 2.5 കിലോ മാലിന്യം, അല്ല 1/2 കിലോ മാലിന്യം ഓരോരുത്തരും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മളാരും ഉണ്ടാക്കുന്നതല്ല, വീട്ടിലേക്ക് വരുന്നതാണ്. ഇത് പ്രോസസ്സ് ചെയ്യാൻ സെൻട്രലൈസ്ഡ് പ്രോസസ് യൂണിറ്റ് കൂടി അനിവാര്യമാണ്. അത് കൊണ്ടുവരാൻ സിംഗപ്പൂരിലും മലേഷ്യയിലും അബുദാബിയിലും ലോകത്തെല്ലായിടത്തും ഇത് പറ്റുമെങ്കിൽ, ഇൻഡോറിൽ പറ്റുമെങ്കിൽ, മറ്റ് സംസ്ഥാനങ്ങളിൽ പറ്റുമെങ്കിൽ കേരളത്തിലെ പൊതുസമൂഹം ഗൗരവമായി ഇത് ചർച്ച ചെയ്യണം. തീർച്ചയായിട്ടും അത്യാധുനിക കോൺഗ്രസ് പ്രതിനിധിയിലേക്ക് പോയി സൂചിപ്പിച്ച ഈ വിഷയമടക്കം അതിന് വലിയ രീതിയിൽ പ്രതിപക്ഷത്തിന്റെ കൂടി പങ്കാളിത്തം ആവശ്യമുണ്ട്. ഫാക്ടറി വേണ്ടിവരും. ആർ വി രാജേഷ്, അങ്ങനെ സെൻട്രലൈസ്ഡ് പ്ലാന്റ് വന്നാൽ നിങ്ങൾ പിന്തുണയ്ക്കുമോ? അല്ല, ഇവിടെ ഇപ്പം ശ്രീ വി കെ പ്രശാന്ത് പറഞ്ഞ ശുദ്ധ കളവാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ആരംഭിച്ച പദ്ധതികളെ കുറിച്ച് പറഞ്ഞു. ഇത് 3 ഉപയോഗിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. ആദ്യമായി പൈപ്പ് കമ്പോസ്റ്റ് കൊണ്ട് വെച്ചു. അതൊരു 3 മാസം പോലും ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല. മുഴുവൻ ആളുകളും പിന്നെ ഇത് തന്നെ ഒരു വേസ്റ്റ് ആയി. പിന്നെ ആക്രി കച്ചവടക്കാർക്ക് ഇത് എല്ലാ വീട്ടുകാരും എടുത്തു കൊടുത്തു. ഇപ്പൊ 99% വീടുകളിലും പൈപ്പ് കമ്പോസ്റ്റ് ഇല്ല. അടുത്തൊരു പദ്ധതി തട്ടിപ്പ് പദ്ധതിയായിട്ട് വന്നു, കിച്ചൺ ബിൻ. ആ കിച്ചൺ ബിന്നും പൂർണ്ണമായി പരാജയപ്പെട്ടു. ഞാൻ അതിനുശേഷം വീട്ടിൽ ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിച്ചു. ഇപ്പൊ 7-8 വർഷം കൊണ്ട് ബയോഗ്യാസ് പ്ലാന്റ് വളരെ കാര്യക്ഷമമായി ഉപയോഗിക്കുന്നുണ്ട്. അതിനൊന്നും ഈ കോർപ്പറേഷൻ മുന്നോട്ട് ഇറങ്ങുന്നില്ല. ഇത് ഏതെങ്കിലും ഏജൻസികൾക്ക് പണം തട്ടാൻ ഈ അധികാരത്തിലിരിക്കുന്ന കോർപ്പറേഷനും അധികാരികളും കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയും തട്ടിപ്പുമാണ് ഈ കിച്ചൺ ബിന്റെ ഒക്കെ പേരിൽ നടത്തിയിരിക്കുന്നത്. അതൊക്കെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് എന്റെ വീട്ടിൽ ഉപയോഗിക്കുന്ന വി കെ പ്രശാന്തിന്റെ വീട്ടിൽ പോയി നോക്കിയാൽ കാണാം. ഒരുപക്ഷെ അദ്ദേഹം ഇത് നടത്തിക്കൊണ്ട് ഒരു മ്യൂസിയം പീസായി അതവിടെ വെച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ ഒരു വീടുകളിലും ഇല്ല. നിങ്ങൾ ഏത് വീടുകളിൽ പോയി പരിശോധിക്കുക. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ശ്രീ അരുൺകുമാർ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഞങ്ങൾ റെയിൽവേക്ക് കത്ത് കൊടുത്തു. ആ കത്തിൽ മാത്രം തീരുന്നതല്ല സാർ കാര്യം. അദ്ദേഹം അഭിഭാഷകനാണ്. അദ്ദേഹത്തിന് അറിയാൻ 2015 ദുരന്ത നിവാരണ നിയമം അനുസരിച്ചുകൊണ്ട് അങ്ങനെ ഒരു കത്ത് കൊടുത്താൽ അല്ലെങ്കിൽ ഇതെടുത്താൽ അതിൽ നിയമ നടപടി സ്വീകരിക്കാനുള്ള, പ്രോസിക്യൂഷൻ നടപടി സ്വീകരിക്കാനുള്ള അധികാരം സർക്കാരിനുണ്ട്, ചീഫ് സെക്രട്ടറിക്കുണ്ട്, കളക്ടർക്കുണ്ട്. ആ ഉദ്യോഗസ്ഥനെതിരെ, റെയിൽവേ ഉദ്യോഗസ്ഥനെതിരെ പ്രോസിക്യൂഷൻ നടപടി സ്വീകരിച്ചാൽ ആർക്കും ഇടപെടാൻ കഴിയില്ല. ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും മാത്രമേ ഇടപെടാൻ കഴിയുള്ളൂ. അങ്ങനെ ഒരു നടപടി ഇവിടെ സ്വീകരിച്ചിട്ടുണ്ടോ? ഇല്ല എന്ന് തന്നെയാണ്. അപ്പൊ ഇതിനകത്ത് 140 മീറ്റർ വരുന്ന റെയിൽവേക്കാണ് ഇതിന്റെ എല്ലാ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞ് ഞങ്ങളൊക്കെ കരയിൽ കൈകെട്ടി നിന്നിട്ട് ഒരു കാര്യമില്ല. മേയർ ഈ ആൾ മരിച്ചതിന് ശേഷം അവിടെ പോയി മുതലക്കണ്ണീർ ഒഴുക്കിയിട്ടും കാര്യമില്ല. കോർപ്പറേഷൻ ചെയ്യേണ്ട കാര്യങ്ങൾ കോർപ്പറേഷൻ ചെയ്യുന്നുണ്ടോ? ഇത് രണ്ടും നമുക്ക് ഇന്റർ കണക്റ്റഡ് ആണ്. ഒന്ന്, നഗരത്തിലെ ഈ മാലിന്യവാഹിനികളായി ഒഴുകുന്ന തോടുകൾ. ആ തോടുകളിലേക്ക് എന്തുകൊണ്ട് മാലിന്യം ഇപ്പൊ 150 ടണ്ണേ ഉള്ളൂ എന്ന് ഇവിടെ ശ്രീ വി കെ പ്രശാന്ത് പറഞ്ഞല്ലോ. ബാക്കി ടണ്ണാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ കണ്ടത്. ബാക്കി ടണ്ണാണ് ഏഴഞ്ചാൻ തോടിൽ കണ്ടത്. ഇതെല്ലാം ഈ നദികളിലൂടെ ഒഴുക്കി വിടുകയാണ്, ആളുകൾ വലിച്ചെറിയുകയാണ്. ഇത് വലിച്ചെറിയാതിരിക്കാൻ എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? പിന്നെ ഹൈക്കോടതി റെയിൽവേ മാത്രം കുറ്റപ്പെടുത്തി, സർക്കാരിനൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് വി കെ പ്രശാന്ത് പറഞ്ഞത്. ഹൈക്കോടതി വളരെ വ്യക്തമായി പറഞ്ഞതാണ് റെയിൽവേ കൂടി കക്ഷി ചേർത്തു, കോർപ്പറേഷനെ കക്ഷി ചേർത്തു. എന്താണ് പറഞ്ഞത്? നിങ്ങൾ പരസ്പരം പഴിചാരിയിട്ട് കാര്യമില്ല. കോർപ്പറേഷൻ ആ റെയിൽവേയുടെ സ്ഥലത്തേക്ക് മാലിന്യം ഒഴുകി എത്തുന്നില്ല എന്ന് ഉറപ്പാക്കണം. സർക്കാർ കൊച്ചിയിലെ പല കനാലുകളും സമ്പൂർണ്ണ മാലിന്യ നിബിഡമാണ്. ആ ഭാഗത്തേക്കൊന്നും അടുക്കാൻ കഴിയില്ല. ഞങ്ങൾ ഇന്നലെ തന്നെ 2 കായലുകളിലും കനാലുകളിലും ഇന്നലെ തന്നെ റിപ്പോർട്ട് ചെയ്തു തത്സമയം. അവിടുത്തെ കാഴ്ചകളൊക്കെ മൂക്കുപൊത്താതെ മനുഷ്യർക്ക് നടക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാഴ്ചകളാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. അപ്പോൾ അതുകൊണ്ട് കോർപ്പറേഷന് 3 ഇടങ്ങളിലെയും കോർപ്പറേഷൻ നിൽക്കാൻ കഴിയില്ല എന്ന് ശുചീകരിച്ച് ടൂറിസത്തിന് ഉപയോഗിച്ചല്ലോ കടകംപള്ളി സുരേന്ദ്രന്റെ കാലഘട്ടത്തിൽ. അവിടെ അദ്ദേഹം പോയ ബോട്ട് തന്നെ വലിയ മാലിന്യ നിലയത്തിൽ അല്ലെങ്കിൽ ഈ മാംസ മാലിന്യത്തിൽ കുരുങ്ങി അവിടെ നിന്നുപോയി. സംവിധാനം കൊണ്ടുവരാൻ സ്വച്ഛ ഭാരത് അഭിയാൻ പ്രകാരം ഫോട്ടോ എടുത്താൽ മാത്രം പോരാ, കാര്യങ്ങളൊക്കെ ഗ്രൗണ്ടിൽ നടക്കണം എന്നാണ് നേരത്തെ ഇവിടെ ഒരു നമ്മളുടെ നിരീക്ഷകൻ പറഞ്ഞത്. അതിനോടുള്ള അങ്ങയുടെ മറുപടി വേണം. ഒന്ന്. രണ്ടാമത്തത്,
കക്കൂസ് കൊടുക്കുന്നുണ്ടല്ലോ ഉത്തരേന്ത്യയിൽ. നമുക്ക് ഇതേപോലെ ഒരു സെൻട്രലൈസ്ഡ് പ്ലാന്റും ഇതേപോലെ ഉറവിട മാലിന്യ സംസ്കരണത്തിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതികളും നമുക്ക് എന്തുകൊണ്ടാണ് ഇല്ലാതെ പോകുന്നത്? അതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. 44 റെയിൽവേ സ്റ്റേഷനിൽ 41 ഇടങ്ങളിലും ഈ ഖരമാലിന്യ സംസ്കരണ പ്ലാന്റുകളില്ല എന്ന് നിങ്ങളുടെ തന്നെ കണ്ടെത്തലുണ്ട്. ഈ റെയിൽവേ സ്റ്റേഷനിലെങ്കിലും ചുരുങ്ങിയത് സ്വച്ഛ് അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് ഈ വർഷമെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ ബി ജി വിഷ്ണു? ഏതാണ്ട് 40 മിനിറ്റ് നീണ്ട ഈ ചർച്ചയിൽ ബഹുഭൂരിപക്ഷ സമയവും സംസാരിച്ചത് അരുൺകുമാറും ഇടതുപ്രതിനിധികളും മാത്രമായിരുന്നു. ചോദ്യങ്ങൾ മാത്രം ചോദിച്ചാൽ പോലും അരുൺകുമാറെ സംസാരിക്കാനുള്ള സമയം കൂടി അനുവദിക്കണം. ഒരു കാര്യം പറഞ്ഞു തന്നെ തുടങ്ങട്ടെ. വി കെ പ്രശാന്ത് തിരുവനന്തപുരത്തെ മേയറായിരുന്നു. അദ്ദേഹം പ്രതിനിധീകരിച്ചിരുന്ന വാർഡ് കഴക്കൂട്ടം സൈബർ നഗരമായിരുന്നു. ആ സൈബർ നഗരം അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ 5 മീറ്റർ അപ്പുറത്താണ് തെറ്റിയാർ എന്ന് പറയുന്നൊരു തോടുള്ളത്. ആ തോട്ടിൽ മുഴുവൻ ഇപ്പോഴും ചെന്നാൽ കാണാൻ കഴിയും. അവിടെയുള്ള കഴക്കൂട്ടത്തെ മുഴുവൻ ഹോട്ടലിൻ്റെയും മാലിന്യം അദ്ദേഹം മേയറായിരുന്ന കാലഘട്ടം മുതൽ ഇപ്പോഴുമുണ്ട്. പെരുമഴയത്ത് മാത്രമാണ് അല്പമെങ്കിലും ആ തോട്ടിലെ മാലിന്യം നീക്കം ചെയ്യപ്പെടുന്നത്. അല്ലാതെ അദ്ദേഹം മേയറായിരുന്ന കാലഘട്ടത്തിൽ പോലും അദ്ദേഹത്തിൻ്റെ സ്വന്തം വാർഡിൽ പോലും ആ ശുചീകരണം നടപ്പിലാക്കിയിട്ടില്ല. അദ്ദേഹം മേയറായിരിക്കുമ്പോൾ നൽകിയ ഈ പദ്ധതികളെല്ലാം വലിയ പരാജയമായിരുന്നു. കിച്ചൺ ബിൻ പദ്ധതിയും പൈപ്പൊക്കെ പറഞ്ഞു തരിക CPM-കാരും അവരുടെ കോൺട്രാക്ടർമാരും ഒരുപാട് പൈസ ഉണ്ടാക്കി. നിങ്ങൾ ഈ ആമയിഴഞ്ചാൻ തോടിനെ പറ്റി പറഞ്ഞല്ലോ. ഞാൻ താമസിക്കുന്നത് ആമയിഴഞ്ചാൻ തോട് ഇപ്പുറത്താണ് ഞാൻ താമസിക്കുന്നത്. അരുൺകുമാർ കേക്ക് നല്ല ശുദ്ധജലമാണ് ഇടുന്നത്. തിരുവനന്തപുരം നഗരഹൃദയത്തിലേക്ക് എത്തുമ്പോൾ മുഴുവൻ സ്വകാര്യ വ്യക്തികൾക്കും സ്വകാര്യ സംരംഭങ്ങൾക്കുമെല്ലാം വേസ്റ്റ് തള്ളാനുള്ള ഇടമാക്കി മാറ്റിയത് തിരുവനന്തപുരം കോർപ്പറേഷനാണ്. തിരുവനന്തപുരത്തെ ഡെപ്യൂട്ടി മേയറുടെ നേതൃത്വത്തിലാണ് മെഡിക്കൽ കോളേജ് പരിസരങ്ങളിലെ മുഴുവൻ വേസ്റ്റും ഈ ആമയിഴഞ്ചാൻ തോടിലേക്ക് ഇടുന്നത്. എല്ലാ ഹോട്ടലുകളിൽ നിന്നും കൃത്യമായി മാസപ്പടി വാങ്ങുന്ന ഒരു ഡെപ്യൂട്ടി മേയറാണ് തിരുവനന്തപുരം കോർപ്പറേഷനുള്ളത്. അവിടെ ഇറങ്ങി ഓരോ ഹോട്ടലിലും അവർ കൃത്യമായി തരും. അല്ലാതെ ആമയിഴഞ്ചാൻ തോട് ഒരു മാലിന്യമല്ല പൂർണ്ണമായിട്ടും. അതിന് ശുദ്ധജലം ഒഴുകുന്ന ഒരുപാട് ഭാഗങ്ങളുണ്ട്. അതിന്റെ തൊട്ടടുത്താണ് ഞാൻ താമസിക്കുന്നത്. 34 കൗൺസിലർമാരില്ലേ തിരുവനന്തപുരത്ത്? ഈ 34 കൗൺസിലർമാർ അവരുടെ വാർഡ് പരിധിയിൽപ്പെടുന്ന ചുരുങ്ങിയത് 50 മീറ്റർ എങ്കിലും ശുദ്ധീകരിക്കാൻ എന്ത് നടപടി എടുത്തിരിക്കുന്നത്? അല്ല, ഞങ്ങളുടെ കൗൺസിലർമാരുള്ള പറയട്ടെ, ഈ ഇപ്പോൾ കുടുംബശ്രീ ഹരിതകർമ്മ സേന വേസ്റ്റുകൾ ശേഖരിക്കുന്നു. കോർപ്പറേഷൻ അനുസരിച്ച് എല്ലാ വാർഡുകളിലും ഈ വേസ്റ്റുകൾ സൂക്ഷിക്കാൻ ഒരു ഇടം ഉണ്ടാകണം. അതിനുപോലും ഈ പണം കോർപ്പറേഷൻ അനുവദിച്ചിട്ടില്ല. പ്രത്യേകിച്ച് BJP കൗൺസിലർമാർ ഉള്ള വാർഡുകൾ. അതുകൊണ്ട് ഈ സൂക്ഷിക്കുന്നത് അവിടെ ക്ലീൻ ചെയ്യേണ്ടത് ആരാണ്? തിരുവനന്തപുരം കോർപ്പറേഷൻ അല്ലേ ക്ലീൻ ചെയ്യേണ്ടത്? ഒരു കൗൺസിലർ ഈ ആമയിഴഞ്ചാൻ വാർഡ് കൗൺസിലർ ഏത് പാർട്ടിയുടേതാണ്? BJP ആണ്. ആ ആമയിഴഞ്ചാൻ തോട് എന്തുകൊണ്ടാണ് തന്റെ വാർഡ് ഇതുവരെ ക്ലീൻ ചെയ്തിട്ടില്ലെന്ന് ആവശ്യപ്പെട്ട് കോർപ്പറേഷൻ അറിയിക്കുകയും നടപടിയെടുക്കുകയും ചെയ്യാത്തതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്? അല്ല, പറഞ്ഞല്ലോ, നിരവധി തവണ കൗൺസിലർമാരടക്കം മേയറോട് പരാതിപ്പെട്ടാൽ യാതൊരുവിധ പരിഗണനയും കൊടുക്കുകയോ അതിനുവേണ്ട പദ്ധതികൾക്ക് വേണ്ടി പണം നൽകുകയോ ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, മേയർക്കെതിരെ നടത്തിയ മാർച്ചുണ്ടല്ലോ, ആ മാർച്ചുകൾ നടത്തേണ്ടിയിരുന്നത് നിങ്ങളുടെ കൗൺസിലർമാരുടെ പരിധിയിൽപ്പെടുന്ന സ്ഥലങ്ങളിലുള്ള മാലിന്യം അടിഞ്ഞുകൂടി കിടക്കുന്ന സന്ദർഭങ്ങളിൽ അത് നീക്കം ചെയ്യാനാണ്. ഒരു മനുഷ്യൻ മരിക്കേണ്ടി വരുമ്പോഴല്ല സമരം ചെയ്യേണ്ടത് വിഷ്ണു. ഇത് നിങ്ങളുടെ മാത്രം കുറ്റമല്ല, ഇത് കോർപ്പറേഷന്റെ കുറ്റമാണ്. കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അത് കേവലം CPM മാത്രമല്ല. 34 കൗൺസിലർമാർ നിങ്ങളുടേതുണ്ട്, 10 കൗൺസിലർമാർ കോൺഗ്രസിന്റേതുണ്ട്, ബാക്കി ആരാണ്? മേയർ അടക്കമുള്ള ഭരണ സംവിധാനമല്ലേ? പ്രതിപക്ഷ കൗൺസിലർമാരാണോ ഈ സംവിധാനത്തെ നിയന്ത്രിക്കുന്നത്? എങ്കിൽ പിന്നെ മേയർ രാജിവെച്ച് പോയാൽ പോരെ? എല്ലാവരും കൂടി അല്ലല്ല ഈ അതെ ഒരു മാലിന്യ വിമുക്ത കേരളത്തെ നിർമ്മിക്കാനുള്ള ഗവൺമെന്റിന്റെ നൂതനമായ പദ്ധതികൾക്ക് തുരങ്കം വയ്ക്കുക എന്നത് മാത്രമാണ് BJPയുടെ UDFന്റെ ലക്ഷ്യം. ഇവർക്ക് മാലിന്യ വിമുക്ത കേരളമല്ല ലക്ഷ്യം. നുണപ്രചരണം നടത്തുക, ആക്ഷേപം ചൊരിയുക. നമുക്ക് കൂട്ടായിട്ട് നിൽക്കാം. നമുക്കൊരു നവകേരളം നിർമ്മിക്കാൻ, മാലിന്യ വിമുക്ത കേരളത്തെ നിർമ്മിക്കാൻ നൂതനമായിട്ടുള്ള ആശയങ്ങൾ ചർച്ച ചെയ്ത് ഇപ്പോൾ നാളെ മുഖ്യമന്ത്രിയുടെ യോഗമുണ്ട്. എല്ലാവരും സഹകരിക്കണം. കാരണം ഞങ്ങളും നിങ്ങളും എല്ലാവരും ചേർന്നതാണ് കേരളം. കാരണം രാഷ്ട്രീയ നിറവ്യത്യാസം മാനദണ്ഡമാക്കി എടുക്കരുത്. രാഷ്ട്രീയ നിറവ്യത്യാസം എല്ലാവരും കൂടി ചേർന്ന ഈ കേരളത്തെ മാലിന്യ വിമുക്ത കേരളമാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങളിൽ കൂട്ടായിട്ട് പ്രവർത്തനം നടത്താം. ഇതിനെ തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ മാതൃകാപരമായ നടപടിയെടുക്കണം. അവർക്ക് കൃത്യമായി നിയമം ശക്തിപ്പെടുത്തണം, പിഴ ചുമത്തണം. ഒരാൾ പോലും ഈ നിയമത്തിനെതിരെ ഈ കേരളത്തെ മാലിന്യ വിമുക്ത കേരളമാക്കി മാറ്റാൻ നടത്തുന്ന കോർപ്പറേഷനൊക്കെ തന്നെയല്ലേ? വേണ്ടത്ര എൻഫോഴ്സ്മെന്റ് സംവിധാനം ശക്തമാകുന്നില്ല അരുൺകുമാർ. അതാണ് പ്രതിപക്ഷത്ത് ഉയരുന്ന വിമർശനവും. അത് നമുക്ക് കണ്ണുനീർ കളിക്കാൻ കഴിയില്ല. നന്ദി അഡ്വക്കേറ്റ് BG വിഷ്ണു, നന്ദി KS അരുൺകുമാർ, നന്ദി RV രാജേഷ്.
ഒപ്പം ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ്, വി കെ പ്രശാന്ത് ചർച്ചയിൽ ചേർന്നതിന്. Debate with Arun Kumar.